ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു യാത്രാ വിവരണ ഗ്രന്ഥത്തിലെ ഒരു അധ്യായമാണ്. ഹോച്ചിമിന്റെ നാട്ടിൽ എന്ന് പറയുന്ന മനോഹരമായ ഒരു യാത്രാ വിവരണത്തിലെ ഒരു ഭാഗം, ഒരധ്യായമാണ്. 12 അധ്യായങ്ങളുള്ള ഹോച്ചിമിന്റെ നാട്ടിൽ എന്ന് പറയുന്ന TJS ജോർജിന്റെ യാത്രാ വിവരണ ഗ്രന്ഥത്തിലെ ഒരു അധ്യായമാണ് തീർത്ഥയാത്ര എന്ന പേര്. നമുക്ക് പഠിക്കുവാനുള്ള അധ്യായം അതാണ്. ബികോമിന്റെ ഒന്നാമത്തെ സെമസ്റ്റർ മലയാളത്തിന്റെ ഭാഗമായിട്ട് തീർത്ഥയാത്ര എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു യാത്രാ വിവരണ ഗ്രന്ഥത്തിലെ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ലോകത്തിൽ തന്നെ വളരെയധികം പ്രസിദ്ധമായ യുദ്ധങ്ങളിൽ, കുപ്രസിദ്ധി ആർജിച്ച യുദ്ധങ്ങളിൽ അമേരിക്ക എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ വലിയൊരു ശക്തിയെ മുട്ടുകുത്തിച്ച, അമേരിക്കയുടെ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന, അമേരിക്ക തോറ്റുപോയ ഒരേ ഒരു യുദ്ധം എന്ന് പറയാവുന്ന വിയറ്റ്നാം യുദ്ധത്തിന്റെ തിരുശേഷിപ്പുകളാണ് ഈ ഒരു പാഠഭാഗത്തിലുള്ളത്. വിയറ്റ്നാം എന്ന് പറയുന്ന നാട് പോരാട്ടത്തിന്റെയും സമരവീര്യത്തിന്റെയും മറ്റുള്ളവരുടെ അധികാര അഹന്തകൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ഒരു ജനതയാണ് വിയറ്റ്നാം എന്ന് പറയുന്ന ജനത. അത്തരത്തിലുള്ള വിയറ്റ്നാമിലൂടെ നടത്തിയ യാത്രയുടെ ഒരു ഭാഗമാണ് അദ്ദേഹം നമ്മളോട് പങ്കുവെക്കുന്നത്, TJS ജോർജ്. ഹോച്ചിമിന്റെ നാട്ടിൽ എന്നാണ് ഈ അധ്യായത്തിന്, അല്ലെങ്കിൽ ഈ പുസ്തകത്തിന്റെ പേര്. 12 അധ്യായങ്ങളുണ്ട്, അതിലൊരു അധ്യായമാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. ഇത് എഴുതുന്ന ഒരു കാലഘട്ടത്തിൽ വടക്കൻ തെക്കൻ എന്ന രീതിയിലൊക്കെ വേർതിരിഞ്ഞു കിടക്കുന്ന വിയറ്റ്നാം എന്ന് പറയുന്ന ഭൂവിഭാഗം പിന്നീട് ഒന്നായി ചേരുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. 1973 പാരീസ് ഉടമ്പടിയുടെ ഭാഗമായിട്ട് ലോകമെമ്പാടുമുള്ള പല പത്രപ്രവർത്തകരെയും വിയറ്റ്നാമിലേക്ക് ക്ഷണിക്കുന്നു വിയറ്റ്നാം അധികാരികൾ. അങ്ങനെ ആ നാടിന്റെ ചരിത്രത്തെയും ജീവിതത്തെയും ഒക്കെ അടയാളപ്പെടുത്താനും ലോകത്തിന് മുന്നിൽ വിളംബരം ചെയ്യാനും ഒക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ഘട്ടത്തിൽ എത്തിച്ചേരുന്ന വിയറ്റ്നാമിൽ എത്തുന്ന മലയാളികളായിട്ടുള്ള 2 പേരാണ് TJS ജോർജും രാഘവൻ എന്ന് പറയുന്ന പത്രപ്രവർത്തകനും. ഇതിൽ TJS ജോർജിന്റെ ഈ ഒരു യാത്രാ വിവരണ ഗ്രന്ഥമാണ് ഹോച്ചിമിന്റെ നാട്ടിൽ. അപ്പോൾ ആരാണ് ഹോച്ചിമിൻ എന്നുള്ളത് ഒരു ചോദ്യമാണ്. സ്വതന്ത്രമായ വിയറ്റ്നാമിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയും അവിടുത്തെ ഭരണകർത്താവും ഒക്കെ ആയിട്ട് മാറിയ ഒരാളാണ് ഹോച്ചിമിൻ എന്ന് പറയുന്നത്. അവിടുത്തെ പ്രസിഡന്റും അതുപോലെ പ്രധാനമന്ത്രിയും ഒക്കെ ആയിട്ട് മാറിയ ആളാണ് ഹോച്ചിമിൻ. അങ്ങനെയുള്ള ഹോച്ചിമിൻ സിറ്റി എന്ന പേരിൽ ഇപ്പോഴും അവിടെയുള്ള ഒരു സിറ്റി അറിയപ്പെടുന്നത് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ്. അമേരിക്കക്കെതിരായിട്ടുള്ള യുദ്ധത്തിൽ ശക്തമായ ഗറില്ല തന്ത്രങ്ങളും തന്റെ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിജയിച്ച ഒരു വ്യക്തിയാണ് ഹോച്ചിമിൻ. പക്ഷെ ആ വിജയം കാണാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായില്ല എന്ന് മാത്രം. എങ്കിലും വിയറ്റ്നാം എന്ന് പറയുന്ന ഭൂമി വളരെയധികം അധിനിവേശങ്ങൾക്ക്, ജപ്പാൻ അടക്കമുള്ള ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളുടെ, അതുപോലെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ ആക്രമണങ്ങൾക്കും അതുപോലെ അധിനിവേശങ്ങൾക്കും ഇരയായിട്ടുള്ള ഒരു ഭൂമിയാണ്. അവിടെ അമേരിക്കയോട് ശക്തമായി പോരടിച്ച് അവരെ മുട്ടുകുത്തിക്കാൻ മുന്നോട്ട് വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, അവർക്ക് നേതൃത്വം നൽകിയ അവരുടെ ശക്തനായ നേതാവ് എന്ന നിലയിൽ ഹോച്ചിമിൻ അറിയപ്പെടുന്നു. അങ്ങനെയുള്ള ഹോച്ചിമിന്റെ പേരിലാണ് ഹോച്ചിമിന്റെ നാട്ടിൽ എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹം എഴുതിയിട്ടുള്ള TJS ജോർജ് എഴുതിയിട്ടുള്ളത് ഈ പറയുന്ന യാത്രാ വിവരണം. അപ്പോൾ ഹോച്ചിമിൻ ലോകമെമ്പാടുമുള്ള വിപ്ലവകാരികൾക്കും വിപ്ലവഘാതകൾക്കും ഒരു വലിയ പ്രചോദനമാണ് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. എങ്ങനെയൊക്കെയാണ് അമേരിക്ക, അല്ലെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള യുദ്ധത്തിന്റെ ഒരു ടൈം ലൈനാണ് നമുക്കിവിടെ കാണുന്നത്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? 1973 വെടിനിർത്തലിനും പിൻവാങ്ങലിനും ഒക്കെ അമേരിക്ക സമ്മതിക്കുന്നത്. ഒടുക്കം പരാജയം സമ്മതിച്ച് പിൻവാങ്ങുന്നത് 1974 എന്നുള്ളതൊക്കെ ഓർക്കുക. ഇത്തരത്തിലുള്ള ഒരുപാട് ആഭ്യന്തരവും പുറത്തുള്ള ഇന്റർനാഷണൽ ആയിട്ടുള്ള യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ ഒരു നാടിലൂടെ നടത്തുന്ന ഒരു യാത്രാ വിവരണം എന്ന രീതിയിലാണ് TJS ജോർജ് ഇത് എഴുതുന്നത്. ചില ഭാഗങ്ങളൊക്കെ അത്ര സുഖകരമാകണം എന്നൊരു യുദ്ധത്തിന്റെ കെടുതികളും യുദ്ധത്തിന്റെ പ്രശ്നങ്ങളും യുദ്ധഭീതിയും അതിന്റെ ഒരു പുകമറയും ഒക്കെ നിൽക്കുന്ന ഒരു നാട്ടിലൂടെ നടത്തുന്ന യാത്രയായതുകൊണ്ട് തന്നെ. പാഠഭാഗത്തേക്ക് വരാം. തീർത്ഥയാത്ര. ഓരോ സ്ഥലങ്ങൾക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. അവിടുത്തെ ഈ സ്ഥലങ്ങളുടെയൊക്കെ ഒരു പ്രൊനൗൺസിയേഷൻ, അതിന്റെ ഉച്ചാരണമൊക്കെ നമുക്ക് വ്യത്യസ്തമായിരിക്കാം. ഹൈഫോം അവിടെ നിന്ന് വന്നത് മുതൽ മാനേജർ ഒരു അർത്ഥവത്തയച്ചിട്ടുള്ള ചില ചിരികൾ ഞങ്ങളുടെ നേരെ എറിയുന്നുണ്ടായിരുന്നു. കാര്യമൊന്നും നേരെ പറയുകയുമില്ല. ഞങ്ങൾ ഹൈഫോങ് എന്ന സ്ഥലത്ത് നിന്ന് രാഘവനും അതുപോലെ നമ്മുടെ എഴുത്തുകാരനായിട്ടുള്ള TJS ജോർജും നടന്നു വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ മാനേജർ അവരെ നോക്കിയിട്ടൊരു അർത്ഥമുള്ള എന്തോ ഒരു ചിരി, കളിയാക്കലാണോ മറ്റോ എന്നും അറിയുന്നില്ല. എന്തിനാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല.
രാഘവനും ഞാനും മാനേജറുടെ ചിരികൾക്ക് ഉത്തരം വിശകലനം ചെയ്യാൻ ശ്രമിച്ചു. എന്തായിരിക്കും അത് ചിരിക്കാൻ കാരണം എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. എന്തായാലും എന്തൊക്കെയോ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇത് എഴുതുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, രണ്ട് തെക്കൻ വടക്കൻ അല്ലെങ്കിൽ ദക്ഷിണം അതുപോലെ ഉത്തരം എന്ന രീതിയിൽ വിയറ്റ്നാമിനെ വേർതിരിച്ചൊരു കാലമാണ്. അപ്പൊ ഇനി അവർക്ക് അടുത്തതായിട്ട് പോകേണ്ടത് ദക്ഷിണ വിയറ്റ്നാമിലേക്കുള്ള യാത്രയാണ്. അവർ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഉത്തര വിയറ്റ്നാമിൽ നിന്ന് പോയിട്ടുണ്ട്. മാത്രമല്ല ഈ രാജ്യങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും അതിന് ഉത്തരവാദിത്തപ്പെട്ട രേഖകൾ, അവരുടെ അനുമതികൾ ഇങ്ങനെയൊക്കെ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് സംശയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിൽക്കുന്ന ഒരു സമയമാണ്. രാഘവനും ഞാനും മാനേജറുടെ ചിരികൾ വിശകലനം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നല്ലാതെ ദക്ഷിണ വിയറ്റ്നാമിലേക്കുള്ള ഞങ്ങളുടെ യാത്രയെ സംബന്ധിച്ചുള്ള ചിരികളായിരിക്കാം എന്ന് ഞങ്ങൾക്ക് തോന്നി എന്ന് എഴുത്തുകാരൻ പറയുകയാണ്. ഇങ്ങനെ മറ്റൊരു കഥാപാത്രം വരുന്നു, ഫുങ് എന്ന് പറയുന്ന ആൾ വരികയാണ്. ഫുങ് മാനേജറുമായിട്ട് എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ട്, എന്തൊക്കെയോ രഹസ്യം പറയുന്നുണ്ട്. ചിലപ്പോൾ ചേട്ടൻ മാനേജറും കൂടും. ഞങ്ങൾ എങ്ങനെ സമീപിക്കും? പക്ഷെ ആരും ഒന്നും പറയുന്നില്ല. തെക്കോട്ടേക്കുള്ള യാത്രക്ക് അനുമതി കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് മാത്രം ഒന്ന് രണ്ട് തവണ പറഞ്ഞു. ഇത് ആ യാത്രക്ക് അനുമതി കിട്ടിയില്ലെങ്കിൽ യാത്ര നടക്കില്ല. മാത്രമല്ല ഇതിന്റെ ഒരു രഹസ്യ സ്വഭാവം അവരിങ്ങനെ കീപ്പ് ചെയ്യുന്നുണ്ട്, അവർ സൂക്ഷിക്കുന്നുണ്ട്. രഹസ്യമായിട്ടാണ് അവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. മറ്റൊരു കാര്യം എന്താ വെച്ചാല്, നടക്കാത്തൊരു കാര്യം നടക്കുമെന്ന് വെറുതെ നമ്മൾ ടൂറൊക്കെ പോകുന്ന സമയത്ത് ഒരു ടൂർ ഗൈഡ് ആകാം അല്ലെ. അപ്പൊ ടൂർ ഗൈഡ് എന്ത് ചെയ്യാം, അവര് നമ്മൾ അവിടേക്ക് എത്തും, അവിടെ ചെയ്യാം, അവിടെ കയറാം എന്നൊക്കെ വെറുതെ പ്രതീക്ഷകൾ നൽകുന്നവരല്ല വിയറ്റ്നാമീസുകൾ എന്ന് എഴുത്തുകാരൻ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു പരിപാടി പൂർണ്ണമായി ഉറപ്പിച്ചു കഴിയാലല്ലാതെ അതിഥികൾക്ക്, ഗസ്റ്റിന് ആശ എന്നായിരുന്നു അവരുടെ നയം. അവരുടെ രീതി അതാണ്. നടക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അവരെന്തെങ്കിലും കാര്യം വാക്ക് പറയുകയുള്ളൂ എന്നുള്ളതാണ്. ദക്ഷിണ വിയറ്റ്നാമിലേക്കുള്ള യാത്രയെക്കുറിച്ചും ഒരു ഉന്നത നേതാവുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചും ഈ നയം വളരെ നിഷ്കർഷതയോടെ അവർ പാലിച്ചു. ഒരു ഉറപ്പുണ്ടാകുന്നത് വരെ അവർ അവരുടെ പ്ലാനുകൾ പറയുമായിരുന്നില്ല. അത്രയാണ് അതിന്റെ ചുരുക്കം. അവർക്കൊരു പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കാണണം, ദക്ഷിണ വിയറ്റ്നാമിൽ എത്തുകയും വേണം. ഏതായാലും ദക്ഷിണ വിയറ്റ്നാമിന്റെ കാര്യത്തിൽ ചില നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഔദ്യോഗികമായിട്ട് കമ്മ്യൂണിസ്റ്റ് അധീനതയിലുള്ള പ്രദേശങ്ങൾ അല്ലെ, അതായിട്ടാണ് ദക്ഷിണ വിയറ്റ്നാം കിടക്കുന്നത്. ദക്ഷിണ വിയറ്റ്നാം എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് അധീനതയുള്ള ഭാഗങ്ങൾ. ഉത്തര വിയറ്റ്നാമിൽ നിന്ന് വേർപെട്ട ഒരു സ്വതന്ത്ര രാജ്യമാണ്. നമുക്കറിയാം ദക്ഷിണ കൊറിയയും അതുപോലെ ഉത്തര കൊറിയയും, നോർത്ത് സൗത്ത് കൊറിയകൾ തമ്മിലുള്ള വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രണ്ട് ഭാഗമായിട്ടാണ് ദക്ഷിണ വിയറ്റ്നാം. അത് കമ്മ്യൂണിസ്റ്റ് ഭാഗവുമായിട്ടുള്ളതാണ്, കമ്മ്യൂണിസ്റ്റ് അധീനതയിലുള്ള ഭാഗമാണ്. അതിൻ്റെതായ കമ്മ്യൂണിസ്റ്റ് ദേശീയ പ്രസ്ഥാനം, അതിന്റെ ഗവൺമെന്റ് ഒക്കെ വേറെ തന്നെയാണ്. തൽക്കാലത്തേക്ക് അവിടെ ഒരു പ്രൊവിഷണൽ റവല്യൂഷണറി ഗവൺമെന്റ് അല്ലെങ്കിൽ PRG ആണ് അധികാരം നടത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് PRG അഥവാ പ്രൊവിഷണൽ റവല്യൂഷണറി ഗവൺമെന്റ്. ഒരു യുദ്ധമോ അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ സമരം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് അധികാരമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ കുറച്ച് സമയം വേണം. അവരുടെ പോളിസികൾ, അവരുടെ നിയമങ്ങൾ, ഭരണഘടന അടക്കമുള്ള കാര്യങ്ങൾ. ഇന്ത്യ അടക്കം 1947-48 കാലങ്ങളിൽ അനുഭവിച്ചിരുന്ന ഒരു പ്രശ്നം അത് തന്നെയാണ്. സ്വാഭാവികമായിട്ട് അവർക്ക് നേതാക്കന്മാര് നിയമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തൽക്കാലത്തേക്കുള്ള ഒരു ഗവൺമെന്റ് ആണ് ഈ പറഞ്ഞ PRG എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവ ഗവൺമെന്റ് ഉള്ളത്. ഇങ്ങനെ ദക്ഷിണ വിയറ്റ്നാമിലേക്ക് ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഈ PRGയുടെ അനുവാദം കിട്ടണം. ഹനോ വളരെ പ്രസിദ്ധമായി, ഇന്നത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് ഹനോ എന്ന് പറയുന്നത് വിയറ്റ്നാമിലെ. ഹനോയിലെ ഗവൺമെന്റിന് ഔദ്യോഗികമായിട്ട് ഒന്നും ചെയ്യാൻ നിർവാഹമില്ല. ഹനോയിൽ എന്ത് ചെയ്യാണ്, ഹനോ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് സ്വന്തമായിട്ട് അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. PRGയുടെ തീരുമാനം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ദക്ഷിണ വിയറ്റ്നാമിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്കറിയാം എപ്പോഴും നമ്മൾ ഒരു രാജ്യത്തിന്റെ ഒരു അംബാസഡർ അല്ലെങ്കിൽ ഒരു സ്ഥാനപതി, ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയായിട്ട് ഇന്ത്യയിലടക്കം പല രാജ്യങ്ങളുടെയും പ്രതിനിധികളെ നമ്മൾ വെക്കാറുണ്ട്. അമേരിക്കയും UK-യും ഒക്കെ വെക്കുന്നത് പോലെ ഇന്ത്യ അവിടെയും വെക്കാറുണ്ട്. ഇവിടെ അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, PRGയും ഹനോയിൽ ഒരു സ്ഥാനപതിയെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അവരവിടെ പോയിട്ട് അംബാസഡറെ പോയിട്ട് കാണുകയാണ്. രാഘവൻ അദ്ദേഹത്തെ നേരത്തെ തന്നെ പരിചയമുണ്ടായിരുന്നു. സന്ദർശനത്തിനുള്ള ഞങ്ങളുടെ അപേക്ഷ അധികാര കേന്ദ്രങ്ങളിൽ എത്തിച്ചു കൊടുക്കാമെന്ന് അദ്ദേഹം വളരെ നയതന്ത്രപരമായിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ട് പറഞ്ഞു തീർത്തു. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഈ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന അനുമതിക്ക് അപേക്ഷിച്ചുകൊണ്ടുള്ള ഈ ഒരു അനുമതിക്ക് വേണ്ടിയുള്ള ഈ ഒരു റിക്വസ്റ്റ് ലെറ്റർ ഞങ്ങൾ എന്ത് ചെയ്യാം, വേണ്ടിടത്തൊക്കെ ഞങ്ങൾ കൊടുക്കാം എന്ന് പറയണം.
അതിനിടയിൽ മാനേജറുടെ ചിരിയും അടക്കം പറച്ചിലുകളൊക്കെ കണ്ടപ്പോൾ അധികൃതർ എന്തായാലും മറുപടി തന്നിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ എഴുത്തുകാരൻ വിചാരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് എന്തായാലും ഒരു പെർമിഷൻ കിട്ടിയല്ലോ, അനുമതി കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഏതായാലും എന്താണ് സന്ദർശനത്തിന്റെ പ്രാധാന്യം കാരണമാണ് അവർ കാര്യം സ്ഥിരപ്പെടുത്തി പറയാൻ പഠിച്ചത്. അവർക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല അപ്പോഴും. കാരണം എല്ലാ പേപ്പറിലും ഒപ്പുകൾ, വേണ്ട കടലാസുകൾ, ഒപ്പുകളെല്ലാം ശരിയായി കഴിഞ്ഞാൽ മാത്രമേ അവർ ഒഫീഷ്യലി ഔദ്യോഗികമായിട്ട് കാര്യങ്ങൾ അറിയിക്കുകയുള്ളൂ. ഏതായാലും സമാധാന ഉടമ്പടിയൊക്കെ കഴിഞ്ഞ് വളരെ ചുരുക്കം പത്രപ്രവർത്തകർ മാത്രമേ ദക്ഷിണ വിയറ്റ്നാമിൽ പോയിട്ടുള്ളൂ. അവരെല്ലാം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് പോകുന്നവർ അവർക്ക് ഒരു പക്ഷെ പെട്ടെന്ന് പെർമിഷനൊക്കെ കിട്ടാം. കാരണം പോകുന്ന ദക്ഷിണ വിയറ്റ്നാം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആയിട്ടുള്ള PRG ആണ് ഭരിക്കുന്നത്. അവർക്ക് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഒരു പ്രത്യേക പരിഗണനയും അവകാശങ്ങളൊക്കെ കിട്ടിയേക്കാം. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലുള്ളവരൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് ആശയമുള്ള ദക്ഷിണ വിയറ്റ്നാമിൽ പോകുന്നുണ്ട്. ഞങ്ങൾ മാത്രമായിരിക്കാം കമ്മ്യൂണിസ്റ്റുകൾ അല്ലാത്ത ഒരു ആളുകൾ, ഒരു രാജ്യത്ത് നിന്നുള്ള, ഇന്ത്യയിൽ നിന്നുള്ള, പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ഞങ്ങൾ പോകുന്നത് എന്ന് എഴുത്തുകാരൻ പറയുകയാണ്. ഏതായാലും കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് പോകുന്ന ആദ്യത്തെ ആളുകൾ ഞങ്ങളായിരിക്കാം. മാത്രമല്ല, വെടിനിർത്തൽ കഴിഞ്ഞ സ്ഥലങ്ങളാണെങ്കിലും ഇപ്പോഴും ദക്ഷിണ വിയറ്റ്നാം ചില യുദ്ധമേഖലയായിട്ട് തന്നെ ചെറിയ പൊട്ടലും ചീറ്റലുകളും ബോംബും ഒക്കെ പ്രശ്നങ്ങളും ഉണ്ടാകാം. വെടിനിർത്തലൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ആരെങ്കിലും ഒരാൾ അതിന് ഉദ്യമം അല്ലെങ്കിൽ ആ ഒരു ശ്രമം നടത്തിയാൽ, അല്ലെങ്കിൽ ഇപ്പോഴും ആയുധങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു ബോംബിന്റെ ഒരു ഷെല്ല് പൊട്ടിത്തെറിച്ചാൽ മതി, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് പോകുന്നതിന് ഒരുപാട് ശ്രദ്ധയും പരിമിതികളും ഉണ്ട് എന്ന് ലേഖകൻ പറയുകയാണ്. ഒരു ദിവസം മാനേജറുടെ ചിരി പതിവിലധികം വികസിക്കുന്നു. നാളെ നാം PRGക്ക് പോവുകയാണ്, അദ്ദേഹം അറിയിച്ചു. രാവിലെ ഇറങ്ങണം എന്ന് ഓർമ്മിപ്പിച്ചു. പാസ്പോർട്ടുകൾ ശേഖരിച്ച് അദ്ദേഹം PRG സ്ഥാനപതി മന്ദിരത്തിൽ പോയി വിസ വാങ്ങി. 10 ദിവസമെങ്കിലും വെളിയിൽ താമസിക്കാൻ തയ്യാറായി കൊള്ളണമെന്ന് പറഞ്ഞു. സാഹചര്യം വളരെ ബുദ്ധിമുട്ടേറിയതായിരിക്കും, വലിയ സൗകര്യങ്ങളൊന്നും കിട്ടണമെന്നില്ല. 10 ദിവസമെങ്കിലും പുറത്തു താമസിക്കേണ്ട അവസ്ഥയിൽ നിങ്ങൾ നിൽക്കേണ്ടി വരും എന്നുള്ളതൊന്നും തയ്യാറായിക്കൊള്ളൂ എന്ന് അദ്ദേഹം പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ഏതായാലും യാത്ര കുറച്ച് ദുർഘടമായിരിക്കും, യാത്ര കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വെളുക്ക ചിരിക്കണം. അയാളുടെ ഒരു സ്വതസിദ്ധമായ ശൈലിയാകാം, ഒരുപക്ഷെ വിയറ്റ്നാമീസുകളുടെ ഒരു ശൈലിയാകാം. എന്താണെങ്കിലും അയാൾ ചിരിച്ചുകൊണ്ടാണ് യാത്ര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. ഒരുപക്ഷെ നമുക്കത് നേരിട്ട് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റും. നമ്മളെ മുന്നിൽ അല്ലെ യാത്ര കഷ്ടപ്പെട്ടതാണെന്ന് പറയുമ്പോൾ സാധാരണ ചിരിച്ചിട്ടല്ല, കുറച്ചല്പം ബുദ്ധിമുട്ടോട് കൂടിയാണ് പറയേണ്ടത്. പക്ഷെ ഒരുപക്ഷെ ആ ഒരു പ്രശ്നം അത്ര എടുക്കേണ്ടതില്ല എന്ന അവരുടെ ശൈലിയാകാം. അവർ അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുകൾ കടന്നു പോയത് കൊണ്ട് കൂടിയായിരിക്കാം യാത്ര കുറച്ച് ബുദ്ധിമുട്ടേറിയതാണ് എന്ന് പറയുന്നത്. ആ ചിരിയുടെ അർത്ഥം അപ്പോൾ നമ്മുടെ എഴുത്തുകാരന് ഉടനെ മനസ്സിലായിട്ടില്ല. യാത്ര അതിന്റെ തലേ ദിവസം മുറിയിൽ കിടന്ന് വിശ്രമിക്കണമെന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹത്തിന് ഒരു സംശയവും തോന്നിയില്ല. പിറ്റേ ദിവസം ഉറക്കം നഷ്ടപ്പെടാനുള്ളതാണെന്നും കിടന്നുറങ്ങാൻ പോലും സൗകര്യം കിട്ടുമോ എന്നുള്ള സൂചന ഒന്നും അന്ന് നമ്മുടെ എഴുത്തുകാരനില്ല. എന്തിനാണ് ചിരിച്ചത് എന്നും മനസ്സിലായില്ല. ഈ പറഞ്ഞ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട് എന്നും അപ്പോൾ മനസ്സിലായില്ല. നന്നായിട്ട് ഉറങ്ങിക്കോളൂ എന്ന്, തലേ ദിവസം നന്നായിട്ട് ഉറങ്ങിക്കോളൂ എന്ന് മാനേജർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. രാവിലെ യാത്രക്ക് തയ്യാറായി ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് മനസ്സിൽ ആദ്യമായിട്ട് കുഴപ്പമുണ്ടാക്കിയ ഒരു പ്രശ്നം. ഞങ്ങൾക്ക് യാത്രക്ക് വേണ്ടി പച്ച നിറത്തിലുള്ള കാറുകൾ മുമ്പുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യാണ്, അന്ന് പച്ച കാർ ഇല്ലായിരുന്നു. ജീപ്പുകൾ മാത്രമാണ് തെക്കൻ യാത്രക്ക് പോകുന്നത്. അങ്ങനെ ഹിങ് എന്ന് പറയുന്ന ആളുടെ ഹിങ്ങിന്റെ ജീപ്പ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അടുത്തൊരു ജീപ്പിൽ ഭക്ഷണ സാധനങ്ങളുമായിട്ട് മറ്റൊരു ജീപ്പും ഉണ്ട്. അരി, പഴങ്ങൾ, 4 ജീവനുള്ള കോഴികൾ, 100 കുപ്പി ബിയർ, വെള്ളം, 1/2 ഡസൻ പിക്നിക് ലഞ്ച് പെട്ടികൾ, മണ്ണെണ്ണ, സ്റ്റൗ, ഭക്ഷണ സാധനങ്ങളും പച്ചക്കറികളും മറ്റു ആവശ്യ വസ്തുക്കളും ഭക്ഷണ സാമഗ്രികളൊക്കെ ഒരു ജീപ്പിലും ഞങ്ങൾ മറ്റൊരു ജീപ്പിലുമായിട്ട് യാത്ര പുറപ്പെടുകയായിരുന്നു. പക്ഷെ മൂന്നാമതൊരു ജീപ്പ് കൂടി വരുന്നു. അത് വെളുപ്പിന് യാത്ര തിരിച്ച ഒരു ജീപ്പാണ്. അത് നിറയെ പെട്രോൾ ടിന്നുകളായിരുന്നു. വിയറ്റ്നാമിൽ പെട്രോൾ പമ്പുകളില്ല. വഴി നീളെ രഹസ്യ സ്ഥലങ്ങളിൽ പെട്രോൾ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. യുദ്ധസമാനമായ സാഹചര്യങ്ങളും മറ്റു പ്രശ്നങ്ങളൊക്കെ കൊണ്ട് പെട്രോൾ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു. പ്രത്യേകിച്ച് പെട്രോൾ പമ്പുകളില്ല. എന്നാൽ രഹസ്യമായിട്ടുള്ള ചില കേന്ദ്രങ്ങളിൽ അത് ശേഖരിച്ചു വെക്കുകയും എന്ത് ചെയ്യാണ്, ബ്ലാക്കിന് വിൽക്കുക എന്ന് പറയുന്നത് പോലെ, കരിഞ്ചന്തയിൽ വിൽക്കുന്നത് പോലെ ബ്ലാക്കിന് വിൽക്കുന്ന രീതിയിൽ ആ പെട്രോൾ വിൽക്കുന്ന രീതി ഉണ്ടായിരുന്നു. അത് നിറയെ പെട്രോൾ ടിന്നുകളായിട്ട് ഉണ്ടായിരുന്ന ഒരു ജീപ്പ് കൂടി അവരുടെ കൂടെ ഉണ്ടായിരുന്നു.
ഓരോ വകുപ്പിന്റെയും മാനേജർമാർക്ക് അവരവരുടെ രഹസ്യ ഡിപ്പോകൾ അറിയാം. അവിടെ പോയി പെട്രോൾ അടിച്ചു കൊള്ളണം. ചില പ്രത്യേക യാത്രകൾക്ക് കൂടുതലായി പെട്രോൾ ഹനോയിൽ നിന്ന് കരുതുന്നു. അതിഥികൾക്ക് മാർഗതടസ്സം ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് കൂടുതലായിട്ട് പെട്രോൾ കൊണ്ടുപോകുന്നത്. ഏതൊക്കെ സ്ഥലങ്ങളിൽ അവനവന്റെ പെട്രോൾ പമ്പുകളല്ല, പെട്രോൾ ശേഖരിച്ച സ്ഥലങ്ങളുണ്ട് എന്ന് മാനേജർമാർക്ക് അറിയാമായിരുന്നു. ഏതായാലും അതിഥികൾക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ കൂടുതൽ പെട്രോൾ ടിന്നുകൾ കൊണ്ടുപോകുക എന്നുള്ളത് കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പെട്രോൾ ജീപ്പിന്റെയും ഒരു ഭക്ഷണ ജീപ്പിന്റെയും അകമ്പടിയോടെ ഞങ്ങൾ തെക്കോട്ട് തിരിക്കുന്നു. ഇത്ര വിപുലമായ സജ്ജീകരണത്തോടു കൂടി പോയപ്പോൾ നമ്മുടെ എഴുത്തുകാരന് ചില സംശയങ്ങളൊക്കെ തോന്നി. ഇതൊക്കെ പാഴ്ചെലവല്ലേ എന്നൊരു ചോദ്യം വന്നു. ഇത്രയൊക്കെ കൊണ്ടുപോകണോ? അവിടെ കിട്ടില്ലേ ഭക്ഷണം, അവിടെ കിട്ടില്ലേ പെട്രോൾ എന്നൊക്കെയാണ് അയാൾ ചിന്തിച്ചത്. ഒപ്പം അയാൾക്ക് ചെറിയൊരു ആശങ്കയും ഒരു പേടിയും ഒരു അപായ സൂചനയും തോന്നി. എന്തൊക്കെ ഒരു അപകട സൂചനയാണ്. അവിടെ ചെന്നാൽ പട്ടിണിയാകുമോ, അവിടെ നിന്നൊന്നും കിട്ടില്ലേ, എന്റെ അവസ്ഥ എന്താകും എന്നുള്ള ഒരു പേടി, അപകട സൂചനയും നമ്മുടെ എഴുത്തുകാരന് വരുന്നു. ഏതായാലും ഹനോയിൽ നിന്ന് ദക്ഷിണ വിയറ്റ്നാമിലേക്കുള്ള വഴികളിലൂടെ അമേരിക്കൻ വിമാനങ്ങളുടെ ഏറ്റവും ഭയങ്കരമായ ബോംബാക്രമണങ്ങൾക്ക് വിധേയമായ വഴികളിലൂടെ എന്ത് ചെയ്യുന്നു, അദ്ദേഹം സഞ്ചരിക്കുകയാണ്. വലിയ യുദ്ധങ്ങൾ കടന്നുപോയ, വലിയ മരണങ്ങൾ നടന്ന, കൂട്ടക്കൊലകൾ നടന്ന, രക്തം നിറഞ്ഞ പാതകളിലൂടെ അദ്ദേഹം സഞ്ചരിക്കുന്ന ഒരു രംഗമാണത്. ഏതായാലും ഈ വഴികളിലൂടെയൊക്കെ കടത്തി കൊണ്ടുപോയിരുന്നത് മുൻപ് യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള ബോംബും തോക്കുകളും മറ്റു വസ്തുക്കളൊക്കെ ആയിരുന്നെങ്കിൽ, ഇത് തെക്കൻ പ്രദേശത്ത് എത്തിയില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ തോൽക്കുമെന്ന അമേരിക്കക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പോൾ ഈ വഴിയിൽ ഇദ്ദേഹം സഞ്ചരിക്കുന്ന ഈ വഴിയിലൂടെ യുദ്ധത്തിന് വേണ്ട സാമഗ്രികൾ അഥവാ തോക്കും ബോംബും മറ്റുമൊക്കെ കൊണ്ടുപോയിരുന്ന ആ വഴികളിൽ വെച്ച് അത് നശിപ്പിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അമേരിക്ക ചിന്തിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും കമ്മ്യൂണിസ്റ്റുകാർ യുദ്ധത്തിൽ തോൽക്കുമെന്ന പ്രതീക്ഷ അമേരിക്കക്ക് ഉണ്ടായിരുന്നു. സംഗതി സത്യമാണ്. പക്ഷെ അമേരിക്കൻ ശാസ്ത്രത്തിന്റെ പരമാവധി കഴിവുകൾ അവർ ഉപയോഗിച്ചു. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ആയുധത്തിന്റെ കാര്യത്തിലും സമ്പത്തിന്റെ കാര്യത്തിലും യുദ്ധസന്നാഹത്തിന്റെ കാര്യത്തിലും മറ്റ് പടക്കോപ്പുകളുടെ കാര്യത്തിലും എല്ലാ തരത്തിലും വെൽ എക്വിപ്ഡ് ആണ്. എല്ലാവിധ രീതിയിലും യുദ്ധസന്നദ്ധമാണ്, യുദ്ധസജ്ജമാണ്. വളരെയധികം റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ കയ്യിലുണ്ട് എല്ലാ തരത്തിലും. പക്ഷെ അതേ സമയത്ത് നമ്മുടെ വിയറ്റ്നാം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു കൊച്ചു രാജ്യമാണ്. ആ രാജ്യത്തിനുള്ള ജനങ്ങൾക്ക് വളരെ പരമ്പരാഗതമായ ആയുധങ്ങളും സംവിധാനങ്ങളും പാരമ്പര്യ കൃഷിക്കാരൊക്കെ ആയിട്ടുള്ള ആളുകളാണ്. അവർക്കിടയിലേക്കാണ് അമേരിക്ക ശ്രമിക്കുന്നത്. കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടും അമേരിക്കക്ക് അവരുടെ ഈ വഴി, ഈ റോഡിനെ തകർക്കാനോ ആ റോഡ് ഇല്ലാതെയാക്കാനോ അതിലൂടെയുള്ള യുദ്ധ സാമഗ്രികൾ കൊണ്ടുപോകുന്ന പടക്കോപ്പുകൾ കൊണ്ടുപോകുന്നതിനെ തടയാനോ അമേരിക്കക്ക് കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഈ റോഡുകൾ വളരെ ദുർഘടം, കഷ്ടപ്പാട് പിടിച്ചതാണ്, അപായകരമാണ് എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ലോകപ്രസിദ്ധമായിട്ടുള്ള ഹോച്ചിമിൻ ട്രെയിൻ എന്ന് പറയുന്ന വായിച്ചറിഞ്ഞ് ആ ഒരു കൃതിയിലൂടെയൊക്കെ ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട് ഈ റോഡിന്റെ പ്രത്യേകത. കാടുകൾ, പർവ്വതങ്ങൾ ഇതൊക്കെ താണ്ടി ഈ റോഡ് തെക്കേ വിയറ്റ്നാമിന്റെ അറ്റം വരെ എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. ഈ നാട്ടുവഴി നശിപ്പിക്കുവാൻ എന്തൊക്കെയോ പണികൾ എത്രയോ നാൾ അമേരിക്ക ചെയ്തിട്ടും നടന്നിട്ടില്ല. പല പ്രാവശ്യം കൃത്രിമമായിട്ടുള്ള മഴയുണ്ടാക്കി. കനത്ത മഴ പെയ്താൽ വഴിയിൽ ചെളി നിറഞ്ഞ് വാഹനങ്ങൾ നിന്നുപോകും. എന്നാൽ വിയറ്റ്നാമികൾ അവരുടെ വാഹനം നിന്നു പോകാതെ, ചെളിയിൽ താഴ്ന്നു പോകാതെ അവർ വണ്ടി ഓടിച്ചത് ഈ ചെളി നിറഞ്ഞ വഴിയിലൂടെയായിരുന്നു. വരൾച്ച പിടിച്ച് നശിക്കുന്ന നാടുകളിൽ മഴയുണ്ടാക്കാൻ അമേരിക്കക്ക് സമയമില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള എത്രയോ വരൾച്ച പിടിച്ച നാടിൽ വേണമെങ്കിൽ ആ വെള്ളം കൊണ്ടുപോയിരുന്ന ആൾക്ക് മഴയോ വെള്ളമൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ അതിന് സമയമില്ല. ഒരു രാജ്യത്തെ തകർക്കാൻ അവർ ഇത് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഏതായാലും ശാസ്ത്രജ്ഞന്മാരുടെ കെട്ടുകഥകളെ തോൽപ്പിക്കുന്ന ഇലക്ട്രോണിക് യുദ്ധമുറകൾ അമേരിക്ക ഇറക്കി. പട്ടാളക്കാരില്ലാത്ത യുദ്ധം, കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വിയറ്റ്നാമികളെ നേരിട്ടു. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ, ടെക്നോളജിക്കലി ഒരുപാട് സംവിധാനങ്ങൾ അമേരിക്ക മുന്നോട്ട് കൊണ്ടുവന്നു. അനേകം കോടി ഡോളർ ഗവേഷണത്തിന് വേണ്ടി ചിലവാക്കി. അങ്ങനെ ഈ പറഞ്ഞ ഹോച്ചിമിൻ നാട്ടുവഴികൾ, ചെറിയ നാട്ടിൻ പുറത്തെ ഗ്രാമത്തിലെ ചെറിയ ചെറിയ നാട്ടുവഴികളാണത്, തകർക്കാൻ മാത്രമായിട്ട് അദ്ദേഹം അങ്ങനെ അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരും അമേരിക്കൻ യുദ്ധതന്ത്രജ്ഞന്മാരും കണ്ടെത്തിയ ഒരു വഴി, ഒരു ഉപായം എന്ന് പറയുന്നത് 3 അടി നീളമുള്ള ഒരു കോലാണ്. അതിന് എയർ ഡെലിവേർഡ് സിസ്മിക് ഇൻട്രൂഷൻ ഡിറ്റക്ടർ എന്നറിയപ്പെടുന്ന ഉപകരണത്തെ അവർ സെൻസർ എന്ന് ചുരുക്കി വിളിച്ചു. എയർ ഡെലിവേർഡ് സിസ്മിക് ഇൻട്രൂഷൻ ഡിറ്റക്ടർ എന്ന് പറയുന്നതിനെ ചുരുക്കി സെൻസർ എന്ന് വിളിച്ചു പോന്നു. വെടിമരുന്നിന് ശേഷം ശാസ്ത്രം കണ്ടെത്തിയ ഏറ്റവും വലിയ മുന്നേറ്റം എന്ന് അമേരിക്കയിലെ യുദ്ധത്തെ സ്നേഹിക്കുന്ന യുദ്ധപ്രിയരായിട്ടുള്ള ആളുകൾ അതിനെ വിശേഷിപ്പിക്കുന്നു.
ഏതായാലും എന്താണ് ഈ നീണ്ട പേരിന്റെ അർത്ഥം? ആകാശത്തു കൂടെ ചെന്ന് ഭൂമിയുടെ അടിഭാഗത്തിലൂടെ വലിഞ്ഞു കയറി കണ്ടുപിടിക്കുന്നതിന് എന്നാണ് അർത്ഥം. എന്താണ് അവർ കണ്ടുപിടിക്കുന്നത്? വിയറ്റ്നാമികൾ ഒളിച്ചിരുന്ന സങ്കേത സ്ഥലങ്ങൾ. വിയറ്റ്നാം യുദ്ധമുറകളിൽ പ്രധാനമായിട്ട് ഗറില്ല യുദ്ധതന്ത്രങ്ങൾ ഉപയോഗിച്ചത്. എന്താണ് ഗറില്ല യുദ്ധതന്ത്രങ്ങൾ? ഭൂമിക്കടിയിൽ കുഴിച്ച് അതിനുള്ളിലുള്ള ബങ്കർ, അതിനുള്ളിൽ ഒളിച്ചിരുന്ന് തുരങ്കങ്ങളിലും മറ്റും ഒളിച്ചിരുന്ന് പെട്ടെന്ന് സൈനികരെ ആക്രമിച്ച് മറഞ്ഞു പോകുന്ന അവസ്ഥ. തിരിച്ചാക്രമിക്കുമ്പോഴേക്ക് എവിടെയാണ് അവർ ഒളിച്ചിരുന്നത്? ഇന്നും അതിന്റെ ശേഷിപ്പുകൾ ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു യുദ്ധതന്ത്രമാണ്. അതുപോലെ വിയറ്റ്നാമികൾ ഉപയോഗിച്ചിരുന്ന ഒരു യുദ്ധതന്ത്രമാണ്. ഒളിച്ചിരിക്കുന്ന കുഴികൾ, മരത്തിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ കെണികൾ, കുരുക്കുകൾ, ഇതൊക്കെ അവരെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു അമേരിക്കൻ പട്ടാളക്കാരെ. എന്താണെങ്കിലും അങ്ങനെയുള്ള ഇവരുടെ അമേരിക്കയുടെ ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങൾക്ക് ആയിരക്കണക്കിന് സെൻസറുകൾ അവർ എന്ത് ചെയ്യുന്നു? താഴേക്ക് ഇടുന്നു. 600 മൈൽ വേഗത്തിൽ എറിയപ്പെടുന്ന ഈ കോലുകൾ നേരെ മണ്ണിനടിയിൽ തുളഞ്ഞു കയറി പതിയിരിക്കും. റേഡിയോയുടെ ഏരിയലുകൾ പോലെയുള്ള ഒരു പ്ലാസ്റ്റിക് ഭാഗം മാത്രം വെളിയിൽ കാണും. കാട്ടിലെ പച്ചയിൽ ചെറിയ ചെടിത്തണ്ടുകൾ പോലെ ഈ പറഞ്ഞ സെൻസറുകൾ നിൽക്കും. എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ? ഇത് ചെയ്യുന്നത് റേഡിയോ പ്രക്ഷേപണമാണ്, റേഡിയോ ട്രാൻസ്മിഷൻ ആണ്. മണ്ണിൽ തട്ടി ഉണ്ടാകുന്ന ഏത് ശബ്ദവും ഇത് എന്ത് ചെയ്യും? അവർക്ക് കൃത്യമായിട്ട് ഈ സെൻസറുകൾ എന്താണ് ആ ശബ്ദം, ഒരാൾ ചവിട്ടി നടക്കുകയാണോ, വാഹനങ്ങൾ പോവുകയാണോ, മറ്റ് യുദ്ധ സാമഗ്രികൾ പോവുകയാണോ എന്നുള്ള ശബ്ദം അതെന്താണെന്നുള്ളത് വേർതിരിച്ച് കൃത്യമായിട്ട് ആ റേഡിയോ സ്റ്റേഷൻ പോലെ അവരുടെ ആ ഒരു മെയിൻ ഏരിയയിൽ അവരെവിടുന്നാണോ അത് വിക്ഷേപണം ചെയ്യുന്നത്, അത് പ്രക്ഷേപണം ചെയ്യുന്നത്, ആ ഭാഗത്ത് നിന്ന് അത് രേഖപ്പെടുത്തി വെക്കും. എന്ത് ശബ്ദമാണ്, എത്ര ശബ്ദമുണ്ട് എന്നുള്ളതൊക്കെ. അങ്ങനെ വെച്ച ശേഷം എന്ത് ചെയ്യുന്നു? ആ കമ്പ്യൂട്ടർ അതിനെ ചിത്രമാക്കി മാറ്റുന്നു. ആ ശബ്ദ സന്ദേശങ്ങളെ, സംജ്ഞകളെ, ആ റേഡിയോ സിഗ്നലുകളെ പിക്ചറുകളിലേക്ക് മാറ്റുന്നു. ഇത് ടെലിവിഷൻ പെട്ടിയിൽ മാറ്റുന്നു. ഇങ്ങനെ ലോറികളുടെ ചക്രങ്ങൾ മുതൽ വിയറ്റ്നാം പട്ടാളക്കാരുടെ ചവിട്ടടികൾ പോലും സെൻസർ ചെയ്ത് കമ്പ്യൂട്ടർ ചിത്രമാക്കി വരും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സെൻസർ ഉള്ളത് കൊണ്ട് അതിലൂടെ നടന്നു പോകുന്നത് എന്തോ, അല്ലെങ്കിൽ ആ നാട്ടുവഴികളിലൂടെ പോകുന്ന വാഹനങ്ങളോ യുദ്ധ സാമഗ്രികളോ അല്ലെങ്കിൽ യന്ത്രങ്ങളോ മനുഷ്യരോ ഒക്കെയും ചിത്രങ്ങളായിട്ട് അവരുടെ മുന്നിൽ കമ്പ്യൂട്ടറിൽ എത്തുന്നു എന്നുള്ളതാണ്. സങ്കേതത്തിൽ ഇരിക്കുന്ന ആളുകൾ ടെലിവിഷൻ കാണുകയാണ്. വിയറ്റ്നാമികൾ എവിടെ എത്തി, അവരുടെ ലോറികൾ, ടാങ്കുകൾ എവിടെ എത്തി എന്നൊക്കെ ടെലിവിഷൻ അവരെ അറിയിക്കും. അപ്പൊ അതിനനുസരിച്ച് ഇവിടുത്തെ പട്ടാളക്കാരെ പറഞ്ഞേക്കാം, ആക്രമിക്കാം, തോൽപ്പിക്കാം. അവരുടെ എല്ലാ നീക്കങ്ങളും, എല്ലാ മൂവുകളും, എല്ലാ മൂവ്മെന്റുകളും തിരിച്ചറിയാനുള്ള ഒരു സംവിധാനമായിട്ട് അതിനെ കണക്കാക്കും. തുടർന്ന് കമ്പ്യൂട്ടർ അതിന് വേണ്ട ഓർഡറുകൾ, ആജ്ഞകൾ ഓട്ടോമാറ്റിക്കായി കൊടുക്കുന്നു. ടെലിവിഷനിൽ വരുന്ന പടം ഒരു തന്ത്ര പരമ്പരയെ പ്രവൃത്തി നിരതമാക്കുന്നു എന്നുള്ളതാണ്. യന്ത്രങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഒരു ഫാൻറ്റം ജെറ്റ് വിമാനം ചീറിപ്പൊങ്ങുന്നു. കൃത്യം എവിടെ പോകുമെന്നുള്ള വിവരണങ്ങളും അപ്പോഴേക്ക് എന്ത് ചെയ്യാണ്? അവിടേക്ക് നിർദ്ദേശം എത്തുകയാണ്. കമ്പ്യൂട്ടറിൽ എത്തുന്ന സമയത്ത് എത്ര ബോംബുകൾ എവിടെ ഇടണമെന്ന് കമ്പ്യൂട്ടർ നിശ്ചയിക്കുന്നു. പൈലറ്റ് ശ്രദ്ധിക്കേണ്ടത് കമ്പ്യൂട്ടർ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് മാത്രമാണ്. ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സയൻസിനെ ഉപയോഗിച്ച് വളരെ വ്യക്തമായിട്ട് അവർ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. യുദ്ധത്തിന് ചൂടേൽക്കാത്ത തായ്ലൻഡ് പോലെയുള്ള രാജ്യങ്ങളിലായിരിക്കും കമ്പ്യൂട്ടർ കേന്ദ്രം. അവിടെയുള്ള വിമാനത്താവളങ്ങളിൽ നിന്ന് ജെറ്റുകൾ ആക്രമണത്തിന് പോകുന്നു. അപ്പോ യുദ്ധം നടക്കുന്നതും ഈ ജെറ്റ് വിമാനം വിടുന്നതും ബോംബ് വർഷിക്കുന്നതും ആക്രമിക്കുന്നതും ഒക്കെ വിയറ്റ്നാമിലാണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് യുദ്ധത്തിന്റെ ഒരു ചൂടുമേൽക്കാത്ത തായ്ലൻഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇരുന്നിട്ടാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. ബോംബ് വർഷം കഴിഞ്ഞ് ഒരു ശത്രുവിനെ പോലും നേരിട്ട് കാണാതെ പൈലറ്റ് താവളത്തിൽ തിരികെ ചെന്ന് അവിടെ പതിവായിട്ടുള്ള ഉല്ലാസങ്ങളിൽ, അവരുടെ ആഘോഷങ്ങളിലേക്കൊക്കെ പോകുന്നു. അപ്പൊ ആ സമയത്തോ അങ്ങ് ദൂരെ വിയറ്റ്നാമിന്റെ കാടുകളിൽ ജനങ്ങൾ, പട്ടാളക്കാർ മാത്രമാകണമെന്നില്ല, നിരപരാധികളായ മനുഷ്യർ പോലും ബോംബ് വർഷമേറ്റ് മനുഷ്യർ മരിക്കുകയായിരിക്കും വിയറ്റ്നാമിന്റെ കാടുകളിൽ എന്നാണ്. പക്ഷേ ഹോച്ചിമിൻ ട്രെയിൻ ഇലക്ട്രോണിക് ശാസ്ത്രത്തെ അതിജീവിച്ചു. ഹോച്ചിമിൻ ട്രെയിൻ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണിക്കിന്റെ ഈ ശാസ്ത്രത്തെയൊക്കെ അതിജീവിച്ച് അമേരിക്കയുടെ ഓരോ പുതിയ നീക്കത്തിനും ചേർന്ന പ്രതിവിധികൾ വിയറ്റ്നാമികൾ കണ്ടുപിടിച്ചു. ധാരാളം നഷ്ടങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. മരണങ്ങളും അവരുടെ സമ്പത്തിനും അധികാരത്തിനും അവരുടെ യുദ്ധത്തിനും ജനങ്ങൾക്കും മനുഷ്യനും ഒക്കെ നഷ്ടങ്ങൾ ഉണ്ടായി, പ്രകൃതിക്കുമൊക്കെ. പക്ഷെ അവർ ഒരിക്കലും തോറ്റില്ല, തോൽവി സമ്മതിച്ചില്ല. ചെറിയ രാജ്യമായിട്ട് ഇരുന്നിട്ട് പോലും ലോക പോലീസായ അമേരിക്കയുടെ മുന്നിൽ മുട്ടുമടക്കാത്ത വീര്യം അവർ വിയറ്റ്നാമികൾ കാഴ്ചവെച്ചു എന്നുള്ളതാണ്. അവസാന നിമിഷം വരെ അവർ പോരാടി എന്നുള്ളതാണ്. ലോറികളില്ലാതെ കാൽനടയായി പോകുന്ന ഒളിപ്പോരുകാരെ കണ്ടുപിടിക്കാൻ അമേരിക്ക ഒരു പ്രത്യേക തരം സെൻസർ ഉപയോഗിച്ചു.
വിയർപ്പിന്റെയും മൂത്രത്തിന്റെയും മണം പിടിച്ചെടുത്ത് സങ്കേതത്തിൽ അറിയിക്കുന്നു. മനുഷ്യരാകുന്നത് കൊണ്ട് നടത്തത്തിലും അവരുടെ യാത്രയിലും ഉണ്ടാകുന്ന വിയർപ്പും അവർ സഞ്ചാരപാതയിൽ അവർ ഒഴിക്കുന്ന മൂത്രത്തിന്റെയും ഒക്കെ മണം പിടിച്ചെടുത്ത് ഈ സെൻസർ എന്ത് ചെയ്യും, ഇതിലൂടെ എത്ര ആളുകൾ പോയി, എങ്ങനെ പോയി എന്നുള്ള കണക്കുകൾ ചിത്രസഹിതം കൊടുക്കുമായിരുന്നു. അവരെന്ത് ചെയ്തു? സംഗതി മനസ്സിലാക്കിയ വിയറ്റ്നാമികൾ 100 കണക്കിന് തൊട്ടികളിൽ മൂത്രം നിറച്ചു. ഉപയോഗിക്കാത്ത കാട്ടുപ്രദേശങ്ങളിൽ നിറഞ്ഞ തൊട്ടികൾ കൊണ്ടുവച്ചു. കുറെ കാലം അമേരിക്കയുടെ ഗംഭീരമായ ഫാൻറ്റം ജെറ്റുകൾ കമ്പ്യൂട്ടറിന്റെ ആജ്ഞാനുസരണം മൂത്രത്തൊട്ടികളെയാണ് ബോംബെറിഞ്ഞു കൊണ്ടുകൊണ്ടിരുന്നത് എന്ന് തമാശ രൂപേണ ജോർജ് ഇതിൽ സൂചിപ്പിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ മൂത്രത്തിന്റെ സെൻസ് ചെയ്ത്, മൂത്രത്തിന്റെ ഗന്ധം സെൻസ് ചെയ്ത് അവിടേക്ക് ജെറ്റ് വിമാനങ്ങൾ വരുന്നു. അപ്പൊ വിയറ്റ്നാമികളുടെ തന്ത്രം ഒന്ന് ആലോചിച്ച് നോക്കൂ. സാധാരണക്കാരായിരുന്നിട്ട് പോലും ഒരുപാട് യുദ്ധതന്ത്രം അറിയില്ലെങ്കിലും അവരത് മനസ്സിലാക്കുകയും അങ്ങനെ അവർ തൊട്ടികളിൽ മൂത്രമൊഴിച്ച് കാടുകളിൽ, ഒഴിഞ്ഞ കാടുകളിൽ കൊണ്ടുപോയിട്ട് വെക്കുകയും മനുഷ്യൻ വാസമില്ലാത്ത സ്ഥലങ്ങളിൽ വെറുതെ വന്ന് ബോംബിട്ട് അമേരിക്ക അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളെ ഇല്ലാതെയാക്കി എന്നല്ലാതെ അവരെ ഒരിക്കലും ഒരു നല്ല രീതിയിലേക്ക്, അല്ലെങ്കിൽ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ഉപകാരമുള്ള രീതിയിൽ അമേരിക്കക്ക് അതിന് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. യുദ്ധം തീർന്നെന്നാണ് വെപ്പെങ്കിലും വെടി നിന്നിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. എപ്പോൾ വേണമെങ്കിലും വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞു പോകുന്ന ഒരു വഴിയിലൂടെയാണ് അവർ സഞ്ചരിച്ചിരുന്നത്. ജീപ്പുകളും അവയിലുണ്ടായിരുന്ന സജ്ജീകരണങ്ങളും കണ്ടപ്പോൾ ഹോച്ചിമിൻ നാട്ടുവഴിയിൽ കൂടെ ആയിരിക്കുമോ ദക്ഷിണ വിയറ്റ്നാമിലേക്ക് കയറുന്നതെന്ന് ഞാൻ സംശയിച്ചു. ഹിങ്ങിന്റെ ആകെയുള്ള പെരുമാറ്റം ശ്രദ്ധിച്ചപ്പോൾ സംശയം വർദ്ധിച്ചു. ഇത്രയും നാൾ നോക്കിക്കാത്തിരുന്ന അയാൾ എന്ത് ചെയ്യുന്നു? സാക്ഷാൽ സാഹസകൃത്യം കൈവന്നിരിക്കുന്ന മട്ടാണ് മൂപ്പർക്ക്. കുറെ കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു അഡ്വഞ്ചറസ്, ഒരു സാഹസിക യാത്ര നടത്തുന്നതിന്റെ ആവേശമായിരുന്നു നമ്മുടെ ഹിങ്ങിനുണ്ടായിരുന്നത്. കയറ് പൊട്ടിച്ചു പായാൻ കുതിക്കുന്ന കാളയെ പോലെ അദ്ദേഹം ക്ഷമയില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. മാനേജരും ഫുങ്ങും ശാന്തതയുടെ മൂർത്തീകരണങ്ങളായിരുന്നു. അവരൊന്നും മിണ്ടിയില്ല. അതിഥികൾക്ക് യാതൊരു തരത്തിലുള്ള പേടിയും ഉണ്ടാകരുതെന്ന് അവർക്ക് ചിലപ്പോൾ ആരെങ്കിലും ഓർഡർ കൊടുത്തിട്ടുണ്ടാകും, അധികാരികൾ. കാരണം ഈ പോകുന്ന സ്ഥലത്ത് അപകടം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാൽ അതിഥികളാകെ പാനിക്കാവും, പേടിച്ചു പോകും. അതില്ലാതിരിക്കാൻ എന്തെല്ലാം ചെയ്യണോ അതൊക്കെ ചെയ്യണം. അതുകൊണ്ട് അവർ അധികം ഒന്നും മിണ്ടിയില്ല എന്നുള്ളതാണ്. ഒന്നും വിഷമിക്കാനില്ലെന്ന മട്ടിലാണ് അവർ മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നത്. ഹോച്ചിമിൻ ട്രെയിൻ വഴി അല്ലാത്ത തീരപ്രദേശത്തു കൂടിയുള്ള 1-ാം നമ്പർ ഹൈവേ വഴിയാണ് പോകുന്നതെന്ന് മാത്രം അവർ പറഞ്ഞു. മാനേജർ മുൻപിലും രാഘവനും ഞാനും ഫുങ്ങും പിറകിലുമായി ഞങ്ങൾ ജീപ്പിൽ കയറി. 8 മണിയായപ്പോഴാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത്. റെയിൽ സങ്കേതമായ ഫുലി വരെയുള്ള വഴിയായിരുന്നു അത്. അവിടെ വെച്ച് കിഴക്കോട്ട് തായ് ബിന്നിലേക്ക് തിരിയാതെ നേരെ തെക്കോട്ട് തന്നെയാണ് പോയത്. ഫുലിയിൽ കണ്ട കാഴ്ച പിന്നെ അങ്ങോട്ട് കെടുതികളുടെ ഒരു നാന്ദി, ഒരു തുടക്കം മാത്രമായിരുന്നു. റോഡൊക്കെ കിളച്ചു മറിച്ചിട്ടതുപോലെയായിരുന്നു. ചിലയിടങ്ങളിൽ ചെളി ഒരടി ആഴത്തിൽ കിടന്നിരുന്നു. അവിടെയൊക്കെ പാറ കഷ്ണങ്ങൾ വിതറിയിട്ടുണ്ട്. അല്ലെങ്കിൽ വണ്ടികളൊക്കെ ഈ ചെളിയിൽ താണു പോകും എന്നുള്ളത് കൊണ്ട് പാറ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കിളച്ച റോഡും പാറകളുടെ പരവതാനിയും കണ്ടപ്പോൾ അജ്ഞാതമായ എന്തോ ഒരു ഉള്ളുണർവ് ജീപ്പിനുണ്ടായതുപോലെ തോന്നി. പിന്നീട് യാത്ര തുടർന്നത് സ്പെയിനിൽ കാളപ്പോര് ഇറങ്ങുന്ന, സ്പെയിനിലെ വളരെ പ്രസിദ്ധമായുള്ള ഒരു വിനോദമാണ് കാളപ്പോര്. അതിനിറങ്ങുന്ന മൂരികളുടെ സമ്പ്രദായത്തിലാണ് പിന്നെ ജീപ്പ് പോയത്. ആകെ മുരൾച്ചയും ആകെ ആവേശത്തിലാണ് ജീപ്പ് പോയത്. ഫുലി എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞ് നിൻബിൻ, തൻഹോ ആ, ദിയൻ ചൗ, വിൻ എന്നീ പട്ടണങ്ങൾ കടന്ന് ഹാ തിൻ എന്ന സ്ഥലത്ത് രാത്രി 8 മണിയോടെ ചെന്നെത്താമായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. ഹനോയിൽ നിന്ന് ഹാ തിന്നിലേക്ക് 350 കിലോമീറ്റർ ആണ് ദൂരം. പിന്നെ അതിർത്തിയിലേക്ക് 250 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ ആ പ്ലാൻ ഒന്നും നടന്നില്ല. ഒരുപാട് സഞ്ചരിക്കണം എന്നൊക്കെയുള്ള പ്ലാനുകൾ പറയുന്ന സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നെങ്കിലും അതൊന്നും വേണ്ട രീതിയിൽ അങ്ങ് നടന്നില്ല എന്നുള്ളതാണ് എഴുത്തുകാരൻ പറയുന്നത്. ഇന്നത്തെ ഒരു വിയറ്റ്നാമിന്റെ തലസ്ഥാനമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഈ പറഞ്ഞ ഹനോയാണ്. ഈ ഹനോയിൽ നിന്നാണ് ഈ യാത്രകളൊക്കെ വിചാരിച്ചിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഹനോയിൽ നിന്ന് ഈ പറഞ്ഞ 350 കിലോമീറ്ററും അവിടുന്ന് 250 കിലോമീറ്റർ ഒക്കെ പ്ലാൻ വിചാരിച്ചെങ്കിൽ അങ്ങനെയൊന്നും നടന്നില്ല എന്നുള്ളതാണ്. തെക്കോട്ട് പോകുന്തോറും റോഡിന്റെ ഭയാനകത കൂടി വരുന്നു. താഴ്വര ആയതുകൊണ്ട് ധാരാളം പട്ടണങ്ങളും ഗ്രാമങ്ങളും വഴിനീളെ ഉണ്ടായിരുന്നു. ഇന്നൊക്കെ പോയി, എല്ലാം ശൂന്യമാണ്. തികച്ചും വിജനമായ ഒരു ചെളിപ്രദേശമാണ്. അവിടെ ഒരു പട്ടണം ഉണ്ടായിരുന്നത് നമ്മൾ വെറുതെ ഊഹിക്കണം. യുദ്ധത്തിന് ശേഷം ലോകത്തിന്റെ അവസ്ഥയൊക്കെ നമുക്കറിയാം. ഒരു നാട്, അവിടെ ഉണ്ടായിരുന്ന സംസ്കാരവും പൈതൃകവും സൗന്ദര്യവും ഭൂമിയും കെട്ടിടങ്ങളും എല്ലാം നശിച്ചു പോകും. ഒരു ശ്മശാനമായിട്ട്, ഒരു ശവപ്പറമ്പായിട്ട് പോകുന്ന അവസ്ഥയാണ് യുദ്ധം കഴിഞ്ഞുണ്ടാകുക. ഇവിടെ മുമ്പൊരു പട്ടണം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഊഹിക്കാനേ പറ്റൂ. ഒരു തെളിവുമില്ല. ചെളി നിറഞ്ഞ പ്രദേശമായി മാറിയിട്ടുണ്ട്.
അങ്ങിങ്ങായി ചില മുളംകുടിലുകൾ പൊങ്ങി വരുന്നത് പുനർനിർമ്മാണത്തിന്റെ തുടക്കമാണ്. യുദ്ധത്തിന് ശേഷം വീണ്ടും മനുഷ്യർ അവർക്ക് കിട്ടിയതെല്ലാം വെച്ച് സമ്പത്തും അതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. ഉള്ളത് വെച്ചിട്ട് മുള കൊണ്ടോ കല്ല് കൊണ്ടോ പാറ കൊണ്ടോ അല്ലെങ്കിൽ മരക്കഷ്ണങ്ങൾ കൊണ്ടോ ഉണ്ടാക്കുന്ന വീടുകളുടെ ഒരു സൂചന ആണ് ഇവിടെ പറയുന്നത്. റോഡിന്റെ വശങ്ങളിൽ മിക്കവാറും പാടങ്ങളാണ്. റോഡിന് സമാന്തരമായി പാടങ്ങളിൽ ബോംബുകൾ വീണ വലിയ കുഴികളുണ്ട്. വെള്ളം നിറഞ്ഞു കിടക്കുന്നു. മീൻ പിടിക്കാൻ എളുപ്പമുണ്ട് എന്ന് ഫുങ് പറയുന്നു. ചിലപ്പോൾ റോഡിന്റെ ഒത്ത നടക്ക് ബോംബ് കുഴിയാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വഴിയുടെ വശം മുറിച്ചു വണ്ടി പാടത്തേക്ക് ഇറങ്ങി ചെളിയിലെ കൂടെ ഓടി വീണ്ടും റോഡിലേക്ക് കയറുന്നു. അത് റോഡിന്റെ നടുവിൽ വലിയൊരു കുഴിയാണ് ബോംബിട്ടത്. പാടത്തേക്ക് ഇറങ്ങി വീണ്ടും ആ കുഴിയുടെ അപ്പുറത്ത് കഴിഞ്ഞ് വീണ്ടും റോഡിലേക്ക് കയറുന്ന അവസ്ഥയാണ്. യുദ്ധത്തിന്റെ ഒരു ചിത്രം നമുക്ക് അവിടെ, അതിന്റെ ഭീകരമായ ചിത്രം ഏറെക്കുറെ നമുക്ക് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മുതൽ അങ്ങോട്ട്. അടുത്തടുത്ത് പല കുഴികൾ കാണുമ്പോൾ ഏതോ പാലത്തോട് അടുക്കുന്നു എന്നാണ് സൂചന. ഈ നാട്ടിൽ ഒരൊറ്റ പാലം പോലും ബാക്കി ഉണ്ടായില്ല. ചെറിയ കലുങ്കുകൾ വരെ തകർത്തിട്ടിരിക്കുകയാണ്. അവിടെയും വണ്ടികൾ ശങ്കിച്ചു നിന്നില്ല. നിലം പതിച്ച പാലത്തിനടുത്ത് നദിയുടെ നിരപ്പിലേക്ക് ഒരു പാത വെട്ടി ഇറക്കിയിട്ടുണ്ടാകും. വെള്ളത്തിൽ ആഴം കുറഞ്ഞ സ്ഥലം കണ്ടുവച്ചിട്ട് അതിലൂടെ സംശയമില്ലാതെ വണ്ടി വെള്ളത്തിലേക്ക് ഇറങ്ങാണ്. ഒറ്റയടിക്ക് അക്കരെ കിടക്കണം. ഇല്ലെങ്കിൽ അക്കരെ കടന്നില്ലെങ്കിൽ ചിലപ്പോൾ വെള്ളത്തിനടിയിൽ ഒരു ലോറിയുടെ വീതിയിൽ കല്ലുകൾ പാകിയിരിക്കും. ശക്തിയായി വെള്ളം എന്ത് ചെയ്യാണ്, വണ്ടി എങ്ങനെ ഇളക്കുമെങ്കിലും താണു പോകാതെ ഇരിക്കാൻ ഈ കല്ലുകൾ സഹായിക്കുന്നുണ്ട്. ബോംബുകൾ ഇങ്ങനെ നടത്തുന്ന വലിയ സംഹാരം ഏത് നാട്ടിലും ഒരു ഗതാഗത കുഴപ്പമുണ്ടാകും. യുദ്ധങ്ങൾ പലപ്പോഴും നശിപ്പിക്കുന്നത് റോഡുകളും പാലങ്ങളും മനുഷ്യരുടെ സഞ്ചാരപാതകളുമാണ്. ജീവൻ കഴിഞ്ഞാൽ അങ്ങനെയുള്ള അതേ പ്രശ്നം ഈ നാട്ടിലും ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും നദികളും പാടങ്ങളും നിറഞ്ഞ വിയറ്റ്നാമിൽ പ്രത്യേകിച്ചും ഇങ്ങനെ ഒരുപാട്, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഹാനോ എന്ന് പറയുന്ന ആ ഒരു നാട്, അവരുടെ തലസ്ഥാനമായിട്ട് ഇന്ന് കണക്കാക്കപ്പെടുന്ന ഹാനോ എന്നൊക്കെ പറയുന്നത് നദികൾ നിറഞ്ഞ ഒരു നാടാണ്. എങ്കിലും അതൊക്കെ നശിപ്പിച്ച് തകർത്തിട്ടിട്ടുണ്ടെങ്കിലും വണ്ടികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അത്ഭുതമാണ് എന്ന് എഴുത്തുകാരൻ പറയണം. റഷ്യയിലും ചൈനയിലും ഉണ്ടാക്കുന്ന വലിയ പട്ടാള ലോറികളും ജീപ്പുകളും മാത്രമാണ് ഇവിടെ ഓടുന്നത്. ഈ വഴികളിലെ ഉപയോഗത്തിന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയിരിക്കുന്ന തരത്തിലാണ് അതിന്റെ ടയറുകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ. ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലം ഉള്ളത് കൊണ്ട് USSR, റഷ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെയാണ് വാഹന സൗകര്യവും അതുപോലെ ആയുധങ്ങളൊക്കെ കിട്ടുന്നത്. അമേരിക്ക ശത്രുപക്ഷത്തായതുകൊണ്ട്. ഈ വഴികളിലെ ഉപയോഗത്തിന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ വണ്ടികൾ. സാധാരണ വണ്ടികളാണെങ്കിൽ 1 മണിക്കൂറിനകം ടയർ പൊട്ടി ആക്സിൽ ഒടിഞ്ഞു പോകും. ഈ വഴിയിൽ കണ്ട വാഹനങ്ങൾക്കും ഡ്രൈവർമാർക്കും ഈ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതം ഒരു അഭ്യാസമായി മാറിയിട്ടുണ്ട്. എൻ്റെ എല്ലുകൾ ഞെരിഞ്ഞു കരഞ്ഞു. ശ്വാസം പിടിച്ചുകൊണ്ടാണ് മൈലുകൾ തള്ളിവിട്ടത്. അവർക്ക് ഈ വാഹനങ്ങൾക്കും ഈ റോഡ് ശീലമായി, ഡ്രൈവർമാർക്കും. എന്നാൽ നമ്മുടെ ലേഖകൻ ഇത് പുതിയ അനുഭവമാണ്. അദ്ദേഹത്തിന് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, ശരീരത്തിൽ വേദനയും മറ്റൊക്കെ ഉണ്ടാകാൻ തുടങ്ങാണ്. ഓരോ തൊട്ടുമുട്ടും കഴിയുമ്പോൾ ശരീരത്തിന്റെ ഓരോ ഭാഗം തിരുമ്പണം. ചിലപ്പോൾ പാറക്കല്ലുകളുടെ മുകളിൽ ജീപ്പ് താണ്ഡവ നൃത്തം ചെയ്യുമ്പോൾ തല ഇരുമ്പ് കമ്പിയിൽ അടിക്കും. അത് തടയണമെങ്കിൽ ഒരു കൈകൊണ്ട് മുൻപിലുള്ള സീറ്റിലും മറ്റേ കൈകൊണ്ട് തലക്ക് മുകളിലും പിടിക്കണം. പക്ഷെ അങ്ങനെ സർക്കസ് കാണിച്ചാൽ ഒരു കുഴപ്പമുണ്ട്. കുഴിയിൽ ചെന്ന സമയങ്ങളിൽ ക്ഷീണം കാണിക്കാതെ അത് കിളച്ചു മറിച്ച് നീണ്ടു കിടക്കും. മുട്ടും മുഴയും തട്ടും തിരുമും തുടരും. ഭാരത മാതാവിനെ ഓർത്താണ് ധൈര്യം നടിക്കാൻ ശ്രമിച്ചത്. തലയിടിക്കുമ്പോൾ മാതാവ് വലിയ സഹായമൊന്നുമല്ല. ഒരു പ്രാവശ്യം രാഘവന്റെ തല കമ്പിയിലിടിച്ചത് നല്ല ശക്തിയോടെയായിരുന്നു. ശബ്ദം കേട്ട മറ്റുള്ളവർക്ക് അതിന്റെ വിഷമം ഉള്ളിലേക്ക് ചുഴിഞ്ഞു കയറപ്പോൾ അദ്ദേഹം കാര്യമായ വേദന അനുഭവിച്ചിരിക്കണം. ഏതായാലും തല പൊട്ടിയില്ല. ഒന്ന് തിരുമ്മിയിട്ട് പല്ലും കടിച്ചിരിക്കുന്നത് കണ്ടു. രാഘവന്റെ തല ഇടിച്ചതും നമ്മുടെ ലേഖകന്റെ വയറും മറ്റു ഭാഗങ്ങളും ശരീരഭാഗങ്ങളും കഷ്ടപ്പെടുന്നതൊക്കെയാണ് പറയുന്നത്. വിശദീകരിക്കുന്നില്ല, നേരിട്ട് പറഞ്ഞ കാര്യമായതുകൊണ്ട്. 4-5 മൈലുകൾ മാത്രമുള്ള യാത്രയാണെങ്കിൽ ഇങ്ങനെയുള്ള മാരണങ്ങൾ സാരമില്ല. ഞങ്ങളുടെ സ്ഥിതി അതല്ല. നാഗർകോവിൽ നിന്ന് കാസർഗോഡ് വരെയാണ് തലയിടിക്കുന്നതും എല്ല് കരയുന്നതും. അദ്ദേഹം ഒരു ഉപമ പറയാണ്. നാഗർകോവിൽ മുതൽ കാസർഗോഡ് വരെയുള്ള അത്രയും ദൂരം യാത്ര എന്ത് ചെയ്യുന്നു, അതുപോലെ അത്രയും നീണ്ടതാണ്. കുറഞ്ഞ നേരമൊന്നുമല്ല, 4-5 മൈലുകളല്ല, കിലോമീറ്ററിന് പകരം മൈലുകളാണ് സൂചിപ്പിക്കുന്നത്. ഏതായാലും കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ. യാത്ര ഒഴിവാക്കണം എന്നുണ്ട്. പക്ഷെ ഒഴിവാക്കിയാൽ ഈ അനുഭവം, ഈ യാത്രയും നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് അവസാനം സഹിച്ചിരിക്കല്ലാതെ വേറെ വഴിയില്ല. ഞങ്ങളുടെ സഹയാത്രക്കാർ കാണിച്ച ശാന്തതയും കരുത്തും പ്രശംസിക്കേണ്ടതാണ്. മാനേജറുടെയും ഫുങ്ങിന്റെയും മുഖത്ത് യാതൊരു ഭാവവും ഇല്ല. ഒരു ദിവസം പോലും അല്പമെങ്കിലും അവർക്ക് ക്ഷീണവും കണ്ടില്ല. കൊല്ലങ്ങളായി യാത്ര ചെയ്യുന്നത് കാരണം ഓരോ കുഴിയും പാറക്കഷ്ണം അവർക്ക് പരിചയമുള്ളതായി തോന്നി. പരിചയം മനുഷ്യനെ സൃഷ്ടിക്കുന്നു.
ഒരു പ്രയോഗമാണ് അത്. പരിചയം മനുഷ്യനെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞു. എക്സ്പീരിയൻസ് ആണ് ഒരു മനുഷ്യനെ നിർണ്ണയിക്കുന്നത്. നമ്മുടെ സ്വഭാവങ്ങൾ പോലും നമ്മുടെ അനുഭവങ്ങളിൽ നിന്നാണ്. ഹിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഈ യാത്ര ജന്മ സാഫല്യമായിരുന്നു. കണ്ണുകളിൽ ആവേശത്തിന് തീ ആളിക്കത്തി. ചുണ്ടനങ്ങാതെയുള്ള ചൂളമടി തടസ്സമില്ലാതെ നടന്നു. തീരെ നിവൃത്തിയില്ലാത്ത സ്ഥലങ്ങൾ കാണുമ്പോൾ അയാൾക്കത് ആവേശമായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ ഹിങ്ങിനാകട്ടെ പിന്നീട് എന്ത് ചെയ്യാണ്, തീരെ പരിചയം നിവർത്തിയില്ലാത്ത സ്ഥലങ്ങൾ കാണുമ്പോൾ മാത്രം സീറ്റിന്റെ അറ്റത്ത് ആസനം കൊണ്ട് 2-3 പ്രാവശ്യം ഉരസും, പിന്നെ ഒന്ന് മുറുമുറുക്കും, പിന്നെ ഒരു വിടിയിലങ്ങ് വിടും. ഏതോ അത്ഭുത ശക്തി കൊണ്ട് ജീപ്പ് കടന്നു പോകും. മുറുമുറുക്കുമ്പോൾ ഉള്ള കൈകൾ കൊണ്ടെല്ലാം പിടിക്കുമ്പോഴത്തെല്ലാം പിടിച്ച് നാം തയ്യാറായിക്കൊള്ളണം. ഒരു വലിയ കുഴി വരാനുണ്ട് എന്നുള്ളതാണ് അയാളുടെ മുറുമുറുക്കലിന്റെ സൂചന. കൈകൾ എപ്പോഴും ശുദ്ധമായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു ഹിങ്ങിന്. തന്റെ സീറ്റിന്റെ അടിയിൽ ഒരു കഷ്ണം സോപ്പും വെള്ളം കോരാനുള്ള തകരവും എപ്പോഴും ഉണ്ടായിരിക്കും. വണ്ടി നിർത്തുമ്പോഴെല്ലാം തകരവും സോപ്പും എടുത്ത് തുള്ളിച്ചാടി പോകുന്നത് കാണാം. അടുത്തുള്ള വെള്ളച്ചാലിൽ കൈ കഴുകി വെടിപ്പാക്കിയിട്ട് തുള്ളിച്ചാടി തിരിച്ചെത്തും. ഹിങ്ങിന്റെ പരാക്രമങ്ങൾ യാത്രയിൽ ഒരു വിവിധത്വം സൃഷ്ടിച്ചു. ആ ഡ്രൈവറുടെ ഒരു ശൈലിയാണ് അവർക്ക് കൂടുതൽ ഇഷ്ടമായത്. അയാളുടെ ഒരു പരാക്രമങ്ങളും അയാളുടെ കാട്ടിക്കൂട്ടലുകളും യാത്രയെ മടുപ്പില്ലാത്തതാക്കി. ഓടിയും പാടിയും ഒരു സാമൂഹിക രംഗം സദാ ചൂളമടിച്ച് നടക്കുന്ന ഒരു കൊച്ചു മനുഷ്യൻ മിക്കി മൗസിന്റെ പ്രതീതിയാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. വളരെ പ്രസിദ്ധമായിട്ടുള്ള മിക്കി മൗസ് കാർട്ടൂണൊക്കെ പ്രസിദ്ധമാണ്. അതുപോലെയുള്ള ഒരു ചിരിയും കളിയൊക്കെ ഇവരുടെ ജീവിതത്തിലെ ഒരു ഭാഗമാണ്. പാട്ടും പറച്ചിലും ഈ പറഞ്ഞ പ്രകൃതമൊക്കെ. ബോംബുകൾ വരുത്തിയ കെടുതികൾ ഞങ്ങൾ ശരിക്കും കണ്ട് മനസ്സിലാക്കണമെന്ന് ഹിങ്ങിന് താല്പര്യമുണ്ടായിരുന്നു. ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടു എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ അയാൾക്ക് താല്പര്യമുണ്ടായിരുന്നു. വലിയ കുഴികളും ഒടിഞ്ഞ പാലങ്ങളും കാണുമ്പോൾ മനസ്സിലായോ എന്ന മട്ടിൽ ഒന്ന് വെട്ടിച്ച് ഞങ്ങളുടെ മുഖത്തേക്ക് അദ്ദേഹം നോക്കും. ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ അനുഭവിച്ചത് എന്താണെന്ന് മനസ്സിലായോ എന്ന പോലെ. ആർക്കും മനസ്സിലാക്കാവുന്ന അത്രയും വലിയ നാശനഷ്ടങ്ങൾ ഞങ്ങൾ വഴിയിൽ കണ്ടു. തൻഹോ ആ സംസ്ഥാനത്തിൽ വിയറ്റ്നാം വീതി കുറഞ്ഞ ആ ഇടനാഴിയായിട്ട് മാറുന്നു. റോഡും തീവണ്ടിപ്പാതയും ബോട്ടുകൾ പോകുന്ന കനാലും പരസ്പരം അടുത്തു ചേരുന്നു. അങ്ങനെ ഗതാഗതത്തിന്റെ സർവപ്രധാനമായ കഴുത്താണ് മധ്യ വിയറ്റ്നാം. എല്ലാ യാത്രകളുടെയും ഒരു കേന്ദ്രമായിട്ട് മധ്യ വിയറ്റ്നാം നിൽക്കുന്നു. കഴുത്ത് ഞെരിക്കാനുള്ള സൗകര്യം കാരണം അമേരിക്കൻ വിമാനങ്ങൾ ഈ ഭാഗത്ത് കൂടുതൽ ശ്രദ്ധിച്ചു. ടിൻജിയ, ക്വില്ലു എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റുകളിലാണ് ബോംബുകളുടെ കലവറ എന്നറിയപ്പെടുന്നത്. അതുവഴി കടന്നുപോയ വിമാനങ്ങളെല്ലാം അവിടെ കുറെ ബോംബുകൾ കൊണ്ട് എറിഞ്ഞിട്ട് പോയി. ഇതിലും കൂടുതൽ നാശങ്ങൾ ഒരിടത്തും കാണുകയില്ലെന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് തൻഹോസോ ആ സംസ്ഥാനം കഴിഞ്ഞു പോയത്. അടുത്തുള്ള ഗേൻ ആൻ എന്ന സംസ്ഥാനം ചെന്നപ്പോൾ ആ അഭിപ്രായമൊക്കെ മാറി. ആ സ്ഥലത്തെത്തിയപ്പോൾ മുമ്പത്തേക്കാൾ കഷ്ടപ്പാടും നഷ്ടങ്ങളും നാശവും ഒക്കെയാണ് കാണുന്നത്. നമ്മുടെ ഹോച്ചിമിൻ ജനിച്ച പ്രദേശമാണ് ഗേ ആൻ. മാത്രവുമല്ല കൃഷിക്കാര്യങ്ങളിൽ തായ് ബിൻ പോലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണത്. തലസ്ഥമായ വിൻ വ്യവസായ കേന്ദ്രവും തുറമുഖവും കൂടിയാണിത്. ഇതേ കാരണങ്ങളാൽ ഗേ ആൻ അടിച്ചു വീഴ്ത്തപ്പെട്ടു. ആ നാടിനെ നശിപ്പിക്കാൻ അതിന്റെ കച്ചവടവും അതിന്റെ ലാഭവും പണവും ഒക്കെ ഉണ്ടാക്കുന്ന, കൃഷിയൊക്കെ നടത്തുന്ന പ്രധാനപ്പെട്ട ആ നാടിനെ തന്നെയാണ് അവർ നശിപ്പിച്ചത്. ഇന്ന് മരങ്ങൾ പോലും വിരളമാണ്. വിൻ കരിഞ്ഞടങ്ങിയ ഒരു സ്മരണ, ഓർമ്മ മാത്രമായി പോയി എന്ന് എഴുത്തുകാരൻ വേവലാതിയോടുകൂടി പറയാണ്. യുദ്ധത്തിന്റെ ബാക്കി പത്രങ്ങൾ നഷ്ടമാണ്. വിൻ പട്ടണത്തിന്റെ അതിർത്തിയിൽ ബേൻ തുയി എന്ന സ്ഥലത്ത് ഒരു കടത്തുണ്ട്. അവിടെയാണ് ഹിങ്ങിന്റെ അവിരതമായ മുന്നേറ്റം അല്പമൊന്ന് നിലച്ചത്. തടസ്സമില്ലാത്ത ആ മുന്നേറ്റം ഒന്ന് നിലച്ചു പോയത് അവിടെയാണ്. തലേ രാത്രിയിൽ ആ ഭാഗങ്ങളിൽ ഒരു കൊടുങ്കാറ്റടിച്ചു. അങ്ങനെ അക്കരെ 5-8 മൈൽ കഴിഞ്ഞുള്ള ഒരു ചങ്ങാടപ്പാലം കാറ്റിൽപ്പെട്ട് പൊട്ടിപ്പോയി. അത് നന്നാക്കുന്നതിന് മുൻപ് കടത്തു കടന്നിട്ട് പ്രയോജനമില്ല. ആ പാലമില്ലാതെ ഈ കടത്ത് വെള്ളം കഴിഞ്ഞ് അപ്പുറത്തെത്തിയിട്ട് കാര്യമില്ല. ഏതായാലും അന്ന് എന്ത് ചെയ്യാണ്, വിൻ എന്ന് പറയുന്ന സ്ഥലത്തിലുള്ള അതിഥി മന്ദിരത്തിൽ അവർ രാത്രി കഴിച്ചു കൂട്ടാൻ നിർബന്ധിതരാകുകയാണ്. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, അവർ മടങ്ങാണ്. പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന നിലയിലായിരുന്നു അതിഥി മന്ദിരം. അതൊരു പ്രയോഗമാണ്. ആദ്യമേ ക്ഷീണിതയാണ്, അതിന്റെ കൂടുതൽ ഗർഭിണി കൂടി ആകുമ്പോൾ കൂടുതൽ ക്ഷീണിതയായി എന്ന് പറയുന്നത് പോലെ മുൻപേ അമേരിക്കൻ വിമാനങ്ങൾ നശിപ്പിച്ചിട്ടുള്ള കുറെ ഭാഗമുണ്ട്. അതിന്റെ കൂടെ കൊടുങ്കാറ്റും പ്രകൃതി കൂടി നാശങ്ങൾ ഉണ്ടാക്കി. അവിടുത്തെ വിദ്യുത് ശക്തി ഇല്ലാതെയായി, കറണ്ട് ഇല്ലാതെയായി, വെളിച്ചമില്ല, വെള്ളമില്ല. അങ്ങനെയുള്ള ഒരു രാത്രി അവർ കഷ്ടപ്പെട്ടവിടെ കഴിച്ചു കൂടുന്നു. ഒരു കിണർ ഉണ്ടായിരുന്നത് കൊണ്ട് അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഉള്ള വെള്ളം അവിടെ നിന്ന് കിട്ടുന്നു. പൊട്ടിപ്പോയ ചങ്ങാടപ്പാലം ശരിയാക്കിയെന്ന വാർത്ത കിട്ടുന്നത് വരെ ഞങ്ങൾ നിസ്സഹായരായിട്ട് ഇരിക്കുകയാണ്. ഒന്നും ചെയ്യാനില്ല. മാനേജർ ഫോസിന്റെ അടുത്ത് തന്നെ ഇരുന്നു. എല്ലാം നശിച്ച സ്ഥലങ്ങളിലും ഫോൺ നടക്കുന്നുണ്ടെന്ന് അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്.
ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു അക്ഷരത്തെറ്റാണ്. മാനേജർ ഫോണിന്റെ അടുത്ത് നിന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു വ്യക്തിയോ അല്ലെ ഒരാളെ പേരല്ല, ഫോണിന്റെ അടുത്താണ് നിൽക്കുന്നത്. അങ്ങനെ ഫോൺ എത്രയൊക്കെ പ്രശ്നങ്ങളും നാട് നശിച്ചാലും യുദ്ധം ഉണ്ടായാലും അവിടെയൊക്കെ ഒരു ഫോൺ സംവിധാനം ഉണ്ടാക്കാൻ വിയറ്റ്നാമികൾ ശ്രദ്ധിച്ചിരുന്നു. അവർ വളരെ അസാധാരണമായ കാര്യക്ഷമതയോടും ശ്രദ്ധയോടും കൂടി ഫോൺ കമ്പികൾ നാട്ടുകാർ ശ്രദ്ധിച്ചു പോന്നിരുന്നു, പരസ്പരം കാര്യങ്ങൾ അറിയിക്കാനും ആശയവിനിമയത്തിനൊക്കെ വേണ്ടി. പിറ്റേ ദിവസം ഉച്ചയോടെ പാലം ശരിയായി എന്ന അറിവ് കിട്ടുന്നു. റോഡിൽ വീണ്ടും അവർ ചെന്നപ്പോൾ കണ്ട കാഴ്ച അവരെ സംഭ്രമിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്നതായിരുന്നു. 2 മൈൽ നീളത്തിൽ പട്ടാള ലോറികൾ ഒന്നോടൊന്ന് ചേർന്ന് കൊടുക്കുകയാണ്. ഒരു ദിവസത്തെ മുടക്ക് കാരണം ഒരു ദിവസം അവർ തങ്ങിയപ്പോൾ വാഹനങ്ങളൊക്കെ ബ്ലോക്കായി. അങ്ങനെ തിങ്ങിക്കൂടിയ വാഹനങ്ങൾ കടത്ത ചങ്ങാടത്തിൽ കയറി കിട്ടാൻ തിക്കും ബഹളവുമാണ്. മുറകൾ തെറ്റിച്ച് മുൻപിൽ കയറുന്നവൻ മിടുക്കൻ എന്ന നിയമമായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ. ആദ്യത്തെ ചങ്ങാടം ഞങ്ങൾക്ക് കിട്ടിയില്ല. അടുത്തത് വരുന്നതിന് മുൻപ് അങ്ങ് ജീപ്പ് വെട്ടിച്ച് മുൻപിൽ കയറ്റി പകുതി വെള്ളത്തിലാക്കി വെച്ചു. ചങ്ങാടം അടുത്ത് വന്നപ്പോൾ രണ്ടാമത് കയറ്റിയത് ഞങ്ങളായിരുന്നു. അങ്ങനെ ഡ്രൈവറുടെ ഒരു സാമർഥ്യം, ഹിങ് എന്ന് പറയുന്ന ഡ്രൈവറുടെ സാമർഥ്യം കൊണ്ട് അവർ ഒരല്പം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. രണ്ടാമത്തെ ചങ്ങാടത്തിൽ കയറാൻ പറ്റി. നദിയുടെ മറുവശത്ത് ഒരു പാടം നിറയെ ലോറികൾ താവളം അടിച്ച് കിടക്കുന്നു. വടക്കോട്ടുള്ള ചങ്ങാടത്തിൽ സ്ഥലവും കാത്ത് ദക്ഷിണ വിയറ്റ്നാമിൽ സാധനങ്ങൾ ഇറക്കിയിട്ട് തിരികെ പോകുന്ന വണ്ടികളാണത്. അവയെ കടന്ന് ഞങ്ങൾ തെക്കോട്ട് പോയി. പെട്ടെന്ന് വീണ്ടും റോഡിൽ ഒരു തടസ്സം ഉണ്ടാവുകയാണ്. കടത്തിന്റെ 2 വശങ്ങളിലും കണ്ടതുപോലെ പാലത്തിന്റെയും വാഹനങ്ങൾ കൂട്ടം കൂടിയിരുന്നു. പാലത്തിന്റെ അടുത്തും 3 മൈൽ അടുത്തപ്പോൾ ഞങ്ങൾ നിന്നുപോയി. പിന്നെ പാലം വരെ ലോറികളുടെ ക്യൂ ആണ്. പാലം വീതി കുറഞ്ഞതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സമയത്ത് വണ്ടി പോകാൻ സാധ്യമല്ല. 1 മണിക്കൂർ ഒരു വശത്തേക്കും പിന്നെ 1 മണിക്കൂർ മറുവശത്തേക്കും. അപ്പോ വളരെ സാവധാനത്തിൽ ഈ പാലം കടക്കാനേ പറ്റൂ. ആദ്യമേ തകർന്ന പാലം നന്നാക്കിയത് കൊണ്ട് ഒരു തൂക്കുപാലം ലെവലാണ്, എപ്പോ വേണമെങ്കിലും തകർന്നു വീഴാം. അതുകൊണ്ട് 1 മണിക്കൂർ ഒരു സൈഡിൽ നിന്നുള്ള വാഹനങ്ങൾ അങ്ങോട്ടുള്ളതും 1 മണിക്കൂർ ഇങ്ങോട്ടുള്ള വാഹനങ്ങളും കടത്തിവിടാൻ ഒരുപാട് സമയമെടുക്കുന്ന പരിപാടിയാണ്. ഇവിടെ ഹിങ്ങിന്റെ സാമർത്ഥ്യങ്ങൾക്ക് പ്രസക്തിയില്ല. ഇവിടെ ഹിങ്ങിന് എത്ര കഴിവ്, ഡ്രൈവർക്ക് എത്ര കഴിവുണ്ടായാലും കാര്യമില്ല, കാത്തു നിൽക്കുകയല്ലാതെ വഴിയില്ല. ജീപ്പ് കടന്നു പോകുന്നു. സായാഹ്നമായി, വൈകുന്നേരമായി. ഞങ്ങൾ വന്നു നിലച്ചത് അതിവിശാലമായ ഒരു പാടപ്പരപ്പിന്റെ നടുവിലാണ്, ഒത്ത മധ്യത്തിൽ. പാടങ്ങളിൽ വെള്ളം നിറഞ്ഞിരുന്നത് കൊണ്ട് വലിയ ഒരു തടാകത്തിന്റെ നടുക്ക് നിൽക്കുന്ന പ്രതീതിയാണ്. മിക്കവാറും വെള്ളനിരപ്പിൽ തന്നെയാണ് ഈ പറഞ്ഞ കാഴ്ചയും ഉണ്ടായിരുന്നത് എന്നുള്ളത് പ്രത്യേകം നോക്കുക. ആ റോഡും വെള്ളത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. ഒന്നുമല്ലാത്ത ഒരു വിജന പ്രദേശം, 3 മൈൽ നീളത്തിൽ ലോറികൾ മാത്രം. അവരെല്ലാം രാത്രി അവിടെ കഴിച്ചു കൂട്ടാനുള്ള ഒരുക്കങ്ങളിലാണ്. പലരും ഭക്ഷണം പാചകം ചെയ്യുന്നു, ചിലർ കുളിക്കുന്നു, ചിലർ ലോറിയുടെ അടിയിൽ ഊഞ്ഞാൽ കെട്ടി ഉറക്കം തുടങ്ങിക്കഴിഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടാണ് ജീപ്പിൽ ഒരുപാട് ഭക്ഷണവും അതുപോലെ പെട്രോളും സ്റ്റൗവും അത് കത്തിക്കുവാനുള്ള സംവിധാനങ്ങളും ഭക്ഷണത്തിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചത്. അതിപ്പോഴാണ് ലേഖകന് മനസ്സിലായത്. ഇതൊക്കെ കുറച്ച് ഓവറല്ലേ എന്ന് ചിന്തിച്ച ആൾക്ക് ഇപ്പോൾ കാര്യം മനസ്സിലായി. ഒരു ദിവസം വഴിയരികിലുള്ള മരച്ചുവട്ടിൽ ഉച്ചഭക്ഷണം കഴിച്ചിരിക്കുന്നു. ഇന്ന് വഴിയിൽ അടുപ്പ് കൂട്ടി അരി വെച്ച് വഴിയിൽ തന്നെ ഉറങ്ങേണ്ടി വരുന്നു. മാനേജർക്കും ഫുങ്ങിനും മറ്റെല്ലാവർക്കും ആവശ്യത്തിനുള്ള ഭക്ഷണം നന്നായിട്ട് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അവർക്കൊക്കെ നല്ല പാചകക്കാരാണ്. കോഴി, ഈ പറഞ്ഞ കയ്യിലുള്ള കോഴിയെ മപ്പാസാക്കാൻ അവർ തയ്യാറാണ്. അങ്ങനെ കോഴിയൊക്കെ തയ്യാറാക്കി ഭക്ഷണം ഉണ്ടാക്കുകയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാനേജറുടെ യുക്തം പോലെയാണ് പ്രോഗ്രാം മാറ്റപ്പെടുന്നത്. ചിലപ്പോൾ പോകുന്ന വഴികളും സ്ഥലങ്ങളും ഒക്കെ മാറ്റും, അയാൾക്ക് തോന്നുന്നത് പോലെ. ഏതായാലും കുറച്ചു കഴിഞ്ഞപ്പോൾ മാനേജർ ഭക്ഷണ ജീപ്പിൽ പിറകോട്ട് തിരിച്ചുപോയി. മുന്നോട്ട് പോകാൻ മാർഗമില്ലെന്ന് മനസ്സിലാക്കി. ഞങ്ങൾ വണ്ടിയിൽ നിന്നിറങ്ങി അസ്തമിക്കുന്ന സൂര്യനെ നോക്കി നിന്ന് ഹിങ് സോപ്പും എടുത്ത് കൈ കഴുകാനും പോയി. അരമണിക്കൂർ കഴിഞ്ഞ് മാനേജർ തിരിച്ചെത്തി. 10 മൈൽ നടക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. വണ്ടി അവിടെ ഇട്ടിട്ട് ഇറങ്ങി നടന്നാൽ പാലവും കഴിഞ്ഞ് 10 മൈലിനപ്പുറം ഞങ്ങൾ ചെന്നെത്തണമെന്ന് വിചാരിച്ചിരുന്ന ഹാർത്തിൻ പട്ടണത്തിൽ പോയി രാത്രി വിശ്രമിക്കാം എന്നാണ് അഭിപ്രായം. നടക്കാൻ മടിയാണെങ്കിൽ റോഡരികിൽ രാത്രി കഴിയാനുള്ള ജോലികൾ നോക്കണം. നടക്കാൻ പറ്റുമോ 10 മൈൽ എന്നാണ് ചോദ്യം. തീരുമാനം ഞങ്ങളായ അതിഥികൾക്ക് വിട്ടുതന്നു. രാഘവനും ഞാനും അന്യോന്യം നോക്കി. 10 മൈൽ നടന്നാൽ അത്യാവശ്യം നടക്കാനുണ്ട്. എങ്കിലും ജീപ്പിൽ രാത്രി ഉറങ്ങുന്നത് ഓർത്തപ്പോൾ ഒരു ധൈര്യം തോന്നി. എന്നാൽ നടന്നു കളയാമെന്ന് വിചാരിച്ചു. രാത്രി ജീപ്പിൽ കിടക്കുന്നതിനേക്കാൾ നല്ലത് ഈ പറഞ്ഞ വഴിയരികിൽ കിടക്കുന്നതിനേക്കാൾ നല്ലത് ഈ പറഞ്ഞ സ്ഥലത്തെത്തി അവിടെ വിശ്രമിക്കാമെന്ന്. അങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ എഴുത്തുകാരന്റെ ചെരുപ്പിന്റെ ഒരു വള്ളി മുറിഞ്ഞു പോയത്. അതൊന്നും പ്രശ്നമല്ല. മുൻപിൽ ചോറ് കൊണ്ടിരുന്ന ലോറിക്കാരനോട് മാനേജർ ഒരാണി ചോദിച്ചു. കാര്യം അന്വേഷിച്ചറിഞ്ഞപ്പോൾ ലോറിക്കാരൻ ഭക്ഷണമൊക്കെ എന്ത് ചെയ്യാണ്, ചോറൊക്കെ നിർത്തിയിട്ട്
ഒരു ചെരുപ്പ് കുത്തിപ്പണി അങ്ങ് തുടങ്ങി. ചെരുപ്പിന്റെ വള്ളി ആണി അടിച്ച് ഉറപ്പിച്ച് ചരട് വെച്ച് കെട്ടി ഭദ്രമാക്കി തിരികെ തന്നു. ആ ചെരുപ്പും ഇട്ട് ഞങ്ങൾ നടന്നു. വരിയായി കിടന്ന ലോറികൾ ഒരു കാഴ്ചയായിരുന്നു. വിഭവങ്ങൾ നിറച്ച് അവ ദക്ഷിണ വിയറ്റ്നാമിലേക്ക് ഭക്ഷണവും മറ്റു സാധനങ്ങളൊക്കെ നിറച്ച് നിൽക്കുകയാണ്. ഒരുപാട് നീണ്ടു കിടക്കുന്ന ലോറികൾ. ഇല്ലാത്ത ചരക്കില്ല. പച്ചക്കറികൾ, കോഴി, യന്ത്ര സാമഗ്രികൾ, വലിയ ബോട്ടുകൾ, എണ്ണ, പന്നികൾക്ക് തീറ്റ കൊടുക്കാനും മറ്റുമുള്ള കാര്യങ്ങൾ. അതിൽ സ്ത്രീകൾ പോലും ഉണ്ട്. ലോറിയിൽ തന്നെ ഭക്ഷണമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ത്രീകൾ. ഞങ്ങൾ കടന്നു പോകുമ്പോൾ എല്ലാവരും ജോലികൾ നിർത്തി ഞങ്ങളെ നോക്കി നിൽക്കും. പാലത്തിൽ ചെന്നപ്പോൾ കേടുപോക്ക് ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി അറ്റകുറ്റപ്പണി പാലം നടത്തുകയാണ്. വളരെ സൂക്ഷിച്ച് ഒന്നൊന്നായിട്ടാണ് വണ്ടികൾ വിടുന്നത്. ഒരു വശത്തുകൂടെ ഞങ്ങൾ അക്കരെ കടന്നു. പാലത്തിൽ നിന്നിറങ്ങി കഷ്ടിച്ച് ഒരു ഫർലോങ് നടന്നപ്പോൾ ഞങ്ങളെ അന്വേഷിച്ച ഒരു ജീപ്പ് വരെയാണ്. അപ്പോഴാണ് ഞങ്ങളുടെ മാനേജറുടെ കഴിവ്, സാമർത്ഥ്യം ഞങ്ങൾക്ക് മനസ്സിലായത്. അദ്ദേഹം അരമണിക്കൂർ നേരത്തെ ഞങ്ങളെ വിട്ടുപോയത് ഹാത്തിൻ അതിഥി മന്ദിരത്തിലേക്ക് ഫോൺ ചെയ്ത് ജീപ്പ് വരുത്താനായിരുന്നു. പക്ഷെ ആ സമയത്ത് അക്കരെ ജീപ്പ് വരുമെന്ന് ഒരു ഉറപ്പില്ലാത്തത് കൊണ്ട് അദ്ദേഹം ആ കാര്യം ഞങ്ങളോട് പറഞ്ഞില്ല. ഇത് വേണ്ട ഒരു പ്രത്യേകതയാണ്. ഈ പാഠഭാഗത്തിലെ പല ഘട്ടങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാം. അമിത പ്രതീക്ഷ കൂടെ വരുന്നവർക്ക് കൊടുക്കുന്നില്ല, അമിതമായ ഭയം കൊടുക്കുന്നില്ല, ചില കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നു, എന്നാൽ കിട്ടുമ്പോൾ അതിന്റെ വില ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തെങ്കിലും കാരണവശാൽ വന്നില്ലെങ്കിൽ 10 മൈൽ നടക്കാൻ ഞങ്ങൾ തയ്യാറാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. ജീപ്പ് വരുന്നു പറഞ്ഞാൽ കുറച്ച് നടക്കുമ്പോഴേക്ക് നമ്മൾ ക്ഷീണിക്കും. അതല്ല, നിങ്ങൾ 10 മൈൽ നടക്കണം എന്ന് പറഞ്ഞിട്ട് ജീപ്പ് വരുമ്പോൾ നമുക്കതൊരു ആശ്വാസമായിരിക്കും. അങ്ങനെയാണ്. 10 മൈൽ നടക്കണമെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനക്കരുത്ത് ഉള്ളവരാക്കാനാണ് എന്ന് പറയാം. നിങ്ങൾക്ക് മനക്കരുത്ത്, ഒരു മനസ്സിന് ധൈര്യം ഉണ്ടാക്കാനാണ്. അത് നമുക്കൊരു സന്ദേശം കൂടിയാണ്. ജീപ്പ് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്. ഈ മനുഷ്യരുടെ പരിശീലനവും ചിന്താഗതിയും ഓർത്ത് ഞാൻ നിശബ്ദനായി നിന്നുപോയി. അത് വിയറ്റ്നാമികളുടെ ഒരു പ്രത്യേകതയാണ്. മണിക്കൂറുകൾ കൊണ്ട് ഞങ്ങൾ ഹാത്തിൻ ഹൗസിലെത്തുന്നു. വിൻ പട്ടണത്തിൽ നിന്ന് 40 മീറ്റർ ഓടാൻ 5 മണിക്കൂർ എടുത്തു. അത്രയും ബുദ്ധിമുട്ടേറിയ വഴിയാണ്. ഹാത്തിൻ ടൗണിൽ നിന്ന് മാറി പാടങ്ങളുടെ നടുക്കുള്ള ഒരു പനന്തോട്ടത്തിൽ ഗസ്റ്റ് ഹൗസിൽ ഞങ്ങൾ എത്തുന്നു. ആൾ താമസമില്ലാത്ത ഒരു മരക്കൂട്ടം എന്ന് മാത്രമേ തോന്നുകയുള്ളൂ. പനകളുടെ അടിയിൽ 2-3 ചെറിയ ഷെഡുകളിലാണ് താമസത്തിലുള്ള സ്ഥലം. ചുറ്റും തവളയുടെ ശബ്ദം മാത്രം. 10,000 തവളകൾ ഒന്നിച്ചു കരയുന്നത് പോലെ. ഇങ്ങനെയുള്ള വിദൂര സ്ഥലങ്ങൾ അഭയകേന്ദ്രങ്ങളായി തിരഞ്ഞെടുത്തിരുന്നു. ബോംബാക്രമണം ഉണ്ടാകുമെന്ന് തോന്നിയാൽ പട്ടണത്തിലുള്ള ആളുകളൊക്കെ ഈ ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് മാറ്റും. അത് കാരണം ആളുകളുടെ നഷ്ടം കുറയും, മരണം കുറയും. യുദ്ധം കഴിഞ്ഞപ്പോൾ പഴയ കേന്ദ്രങ്ങൾ എന്ത് ചെയ്യുന്നു? അതിഥി മന്ദിരങ്ങളായിട്ട് മാറുന്നു. ഹാത്തിനിലെത്തിയപ്പോൾ ഒന്ന് കുളിക്കണമെന്നുള്ള ആഗ്രഹമാണ് ശക്തമായി തോന്നിയത്. അന്ന് വഴിയിലുണ്ടായിരുന്ന അനുഭവങ്ങളൊക്കെ കാരണം മനസ്സൊക്കെ ആകെ ക്ഷീണിച്ചു പോയി. അതുകൊണ്ട് കുളി കഴിഞ്ഞപ്പോൾ അല്പം ശക്തി വേണമെന്ന് തോന്നുന്നു. ഹനയിൽ നിന്ന് കരുതിയ ഒരു കുപ്പി വിസ്കി ഇതിനകം തീർത്തിരുന്നു. ഗസ്റ്റ് ഹൗസിൽ അന്വേഷിച്ചപ്പോൾ റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതും വിശിഷ്ട അതിഥികൾക്ക് വിരുന്നിന് വിളമ്പുന്നതുമായിട്ടുള്ള ഓറഞ്ച് വൈൻ എന്ന് പറയുന്ന വൈൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു കുപ്പി വാങ്ങി. സ്വല്പം മധുരരസമാണ്, അധികം വീര്യമൊന്നും തോന്നിയില്ല. ഞങ്ങൾ സന്തോഷത്തോടെ 1/4 ഗ്ലാസ് കുടിച്ച് തീർത്തു. ഭക്ഷണം കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് വൈനിന്റെ ഗമ അറിഞ്ഞത്. അവൻ അകത്ത് കിടന്ന് തകർത്തു. ആത്മാവിന്റെ ഉള്ളിൽ വെടിക്കെട്ട് നടക്കുന്നത് പോലെ തോന്നി. അതിന്റെ ലഹരിയിൽ പോവുകയാണ്. കിടന്നപ്പോൾ അസ്വസ്ഥത തോന്നി. എഴുന്നേറ്റ് നടക്കണം. വെറുതെ കാറ്റ് കൊള്ളാമെന്ന മട്ടിൽ വളപ്പിന് വെളിയിൽ കടന്നു. തല മാത്രം സ്വർഗത്തിലേക്ക് ഉയരുന്നത് പോലെ തോന്നുന്നു. ആ ലഹരിയുടെ ഒരു അവസ്ഥയാണ് എഴുത്തുകാരൻ പറയുന്നത്. ഓക്കെ. തവളകൾ ഉറക്കെ ചിരിച്ചു. പുരയിടത്തിന്റെ ഒരു മൂലക്ക് നിന്ന് ഞാൻ കസർത്ത് ചെയ്തു. 1-2 മണിക്കൂർ തണുത്ത വായുവിൽ ചാടിയും നടന്നും കഴിഞ്ഞപ്പോൾ അകത്തെത്തി അല്പം ശമിച്ചു. ഓറഞ്ച് വൈൻ എന്ന് കേട്ടാൽ നിരുപദ്രവിയായ ഒരു സാധുവാണെന്ന് തോന്നും. പക്ഷെ ഭയങ്കരനാണ്. വെറുതെ അല്ല റഷ്യക്കാർക്ക് വിയറ്റ്നാമികളോട് ഇത്ര പ്രേമം. ഈ ഓറഞ്ച് വൈനിന്റെ പ്രത്യേകത കൊണ്ടാണ്. ഹാത്തിയിൽ നിന്ന് 180 കിലോമീറ്റർ പോയാൽ ഡോങ്ഹോയ് എന്ന പട്ടണമായി. അവിടെ നിന്ന് അതിർത്തിയിലെ ക്യാമ്പായ വിൻലിൻ എന്ന സ്ഥലത്തേക്ക് 75 കിലോമീറ്റർ ഉണ്ട്. യുദ്ധകാലത്ത് ഹനോയിൽ നിന്ന് വിൻലിയിലേക്ക് 3 ആഴ്ച വരെ എടുക്കുമായിരുന്നു. ഞങ്ങൾ 3 ദിവസം എടുത്തു. ഹാത്തിൻ കഴിഞ്ഞ് കുറെ ദൂരം സുന്ദരമായ റോഡായിരുന്നു. നല്ല മിനുസമുള്ള സിമെന്റും ഇരുവശങ്ങളിലും തണൽ പകരുന്ന വൃക്ഷങ്ങളും ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾ 1-ാം നമ്പർ ഹൈവേക്ക് പണ്ടുണ്ടായിരുന്ന അന്തസ്സും ആഭിജാത്യവും ഒക്കെ ഊഹിക്കാമായിരുന്നു എന്നുള്ളത്. പണ്ടുണ്ടായിരുന്ന ഹൈവേയുടെ പ്രതാപമൊക്കെ ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാകുന്നു. പെട്ടെന്ന് അന്തസ്സൊക്കെ പോയി. വീണ്ടും കല്ലും കുഴിയായി. വീണ്ടും മോശപ്പെട്ട റോഡുകളിലേക്ക്. ഹിങ്ങിന്റെ സാമ്രാജ്യം അതാണ്. ഈ കുഴി നിറഞ്ഞ കല്ലും കുഴിയൊക്കെ നിറഞ്ഞ റോഡാണ് ഹിങ്ങിന് ഇഷ്ടം. വില്ലിനോട് അടുക്കും തോറും വഴി അസഹ്യമായി. ഒരു സ്ഥലത്ത് വെള്ളത്തിൽ കിടന്ന കമ്പി വല ചുറ്റി ജീപ്പ് നിന്നുപോയി. ലോറിയിൽ വടം കെട്ടി വലിച്ചു കയറ്റേണ്ടി വന്നു. മറ്റൊരു സ്ഥലത്ത് ശരിക്ക്
വഴി എങ്ങനെയാണ് കിടക്കുന്നത്? ഗാ പോലെ കിടക്കുന്ന വഴി, ആരോ മനഃപൂർവ്വം ചെയ്തതുപോലെ. ഏകദേശം 14 മൈൽ അതേപോലെ കിടക്കുന്ന വളഞ്ഞു പുളഞ്ഞ വഴിയായിരുന്നു. അതായിരുന്നു ഏറ്റവും കഷ്ടപ്പാടേറിയ ദുസ്സഹമായ ഭാഗം. ജീപ്പ് വളരെ സാവധാനത്തിലാണ് ഓടിച്ചിരുന്നതെങ്കിലും മുതുക് ഒടിഞ്ഞില്ല എന്ന അവസ്ഥയിൽ ഇങ്ങനെ വരുന്നു. മെരുക്കിയിട്ട കുതിരയുടെ പുറത്ത് ഇരിക്കുന്നത് പോലെയാണ് ആ ജീപ്പിൽ ഞങ്ങൾ ഇരുന്നത്. ഹിങ്ങിന് പോലും സ്വല്പം മിനക്കേട് തോന്നിയത് പോലെ കണ്ടു. ഈ വഴിയിലൂടെ പോയപ്പോൾ ഇങ്ങനെയുള്ള വഴിയൊക്കെ പൊതുവെ ഇഷ്ടമുള്ള ഹിങ്ങിന് പോലും കുറച്ച് മെനക്കേട്, ബുദ്ധിമുട്ട്, കഷ്ടപ്പാട് തോന്നി. ചൂളമേടിയിൽക്കിടയിൽ ചില ആത്മകഥകൾ, സ്വയം പറച്ചിലുകളും കേട്ടു. ചിലപ്പോൾ പക്ഷിയുടെ ശബ്ദത്തിൽ അദ്ദേഹം ചില കോലാഹലങ്ങൾ പുറപ്പെടുവിച്ചു തുടങ്ങി. ഗ ഗ ഗ എന്ന് പറഞ്ഞ വഴി കഴിഞ്ഞപ്പോൾ പകരം വീട്ടാനെന്ന മട്ടിൽ ഹിങ്ക് കച്ചകെട്ടി. പിന്നെ ഉണ്ടായ പോക്ക് സിനിമയിൽ എടുക്കേണ്ട പോക്കായിരുന്നു. സാധാരണഗതിയിൽ ബോംബ് കുഴികൾ കാണുമ്പോൾ അതിനു മുകളിലൂടെ എന്ത് ചെയ്യാണ്, സാധാരണയിൽ അധികം വലിയ ബോംബ് കുഴികൾ കാണുമ്പോൾ അതിനു മുകളിലൂടെ പറന്നു കടക്കാനെന്ന വണ്ണം ഒരു ചവിട്ടും. കുഴി ജീപ്പിനെ 4 പന്താട്ടമാടി എങ്ങനെയോ പുറത്തു തള്ളും. ഹിങ് ജയഭേരി മുഴക്കും. ഒരു സിനിമാ സ്റ്റൈലിൽ പറക്കുന്ന ലൈനിലായിരുന്നു അയാൾ ജീപ്പ് ഓടിച്ചിരുന്നത്. ഹിങ്ങിന്റെ ടാർസൻ വിളികൾ ഞങ്ങൾക്ക് വൈഷമ്യം വർദ്ധിപ്പിക്കുന്നതിനെയാണ് കുറച്ചത്. അതായത് അയാൾ ടാർസന്റെ വിളികൾ അല്ലെ, ടാർസൻ അലർന്നത് പോലെ. കാട്ടിലെ ഒരു കാർട്ടൂൺ കഥാപാത്രമാണ് ടാർസൻ. സിനിമയിലേക്കൊക്കെ വന്നൊരു കഥാപാത്രം. കാട്ടിൽ ജീവിച്ചിരുന്ന നമ്മളെ മൗംഗ്ലിയൊക്കെ പോലെയുള്ള. അപ്പൊ ഉറക്കുന്ന യാത്രയായിരുന്നു. ഈ ഭാഗം മലമ്പ്രദേശമാണ്. പലയിടത്തും റോഡുകൾ തന്നെ ഇല്ലാന്ന് പറയാം. കുറ്റിക്കാടുകൾ, ചെളി, ഇതിലൂടെയും നദിയിൽ കൂടെയൊക്കെയാണ് ഞങ്ങൾ എങ്ങനെയൊക്കെയോ മുന്നോട്ട് പോയത്. അന്ന് രാത്രി ഏകദേശം 9 മണിയോടെ ചെറിയ ഒരു മണൽ പാതയിലേക്ക് ജീപ്പ് കടന്നു. നേരെ പോയത് ഓല മേഞ്ഞൊരു ഷെഡിലേക്കാണ്. അതായിരുന്നു വിൻലിനിലെ അതിഥി മന്ദിരം. 1/2 ഡസൻ ഡ്രൈവർമാർ എവിടെ നിന്നോ ഓടി വന്ന് ഹിങ്ങിനെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്നു. ഹനോയിൽ നിന്ന് അതിർത്തി വരെ വണ്ടി ഓടിച്ചു വരുന്നവർക്ക് ഒരു സൂപ്പർ ഹീറോ, ഒരു വീരയോദ്ധാവിന്റെ സ്വീകരണം അറിയിക്കുന്നുണ്ട് എന്ന് അവർക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിഥി മന്ദിരത്തിലുള്ള പ്രകാശമുള്ള ബൾബുകൾ കത്തിയിരുന്നത് കണ്ടു. ചൂട് ഭക്ഷണം ഞങ്ങൾക്ക് വേണ്ടി വെച്ചിരുന്നു. തണുത്ത വെള്ളം കുളിമുറിയിൽ കരുതിയിരുന്നു. 3 ദിവസത്തെ ആ മറക്കാത്ത യാത്ര കഴിഞ്ഞ് അതിർത്തിയിൽ എത്തിയപ്പോൾ എന്തെന്നില്ലാത്തൊരു നിർവൃതി, ഒരു സുഖം, ആനന്ദം തോന്നുന്നു. ദക്ഷിണ വിയറ്റ്നാമിലേക്കുള്ള യാത്ര ഇനി വരുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു വലിയ കാര്യം കഴിഞ്ഞു കിട്ടിയ ആശ്വാസം മനസ്സിൽ നിറഞ്ഞു. യാത്ര തീർന്നിട്ടില്ല. അപരിചിതരായിട്ടുള്ള കുറെ ആളുകൾ അവിടെ കാണുന്നു. അവർ ഞങ്ങളെ കാത്തിരിക്കുകയാണ്. അവരും ഞങ്ങളെ പോലെ പത്രപ്രവർത്തകരാണ്. കിഴക്കൻ ജർമ്മനിയിൽ നിന്ന് വന്ന ഒരു എഴുത്തുകാരി, ജപ്പാനിലെ ഒരു പ്രമുഖ പത്രത്തിലെ ലേഖകൻ, ആ പത്രത്തിന്റെ തന്നെ ഫോട്ടോഗ്രാഫർ, എല്ലാവരും ഒന്നായി ദക്ഷിണ വിയറ്റ്നാമിലേക്ക് പോകാമെന്നായിരുന്നു പരിപാടി. ജർമ്മൻകാർക്കും ജപ്പാൻകാർക്കും അവരുടെ പ്രത്യേക ജീപ്പുകളും മാനേജർമാരും അവർക്ക് വേണ്ട ട്രാൻസ്ലേറ്റേഴ്സ്, ഭാഷ അറിയാത്തത് കൊണ്ട് പരിഭാഷക്കാരും ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കഷ്ടപ്പെട്ട വഴികളിലൂടെ പ്രാചീനമായ കുളിമുറികളും കിണർ വെള്ളങ്ങളും ഒക്കെ ഉപയോഗിച്ച് ജർമ്മൻ മദാമ എന്തിനീ സാഹസത്തിന് ഇറങ്ങി, എന്തിനീ കഷ്ടപ്പാടിന് ഇറങ്ങി എന്ന് ഞാൻ ആലോചിച്ചു. അവരുടെ 2ാമത്തെ സന്ദർശനമാണെന്ന് പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. ജപ്പാൻകാർ അമേരിക്കൻ സൈന്യത്തിന്റെ കൂടെ ദക്ഷിണ വിയറ്റ്നാം സന്ദർശിച്ചിട്ടുണ്ട്. അപ്പൊ അവർ ഓൾറെഡി അമേരിക്കൻ സൈന്യത്തിന്റെ കൂടെ ദക്ഷിണ വിയറ്റ്നാം വന്നിട്ടുണ്ട്. ഇപ്പോൾ അവർ കമ്മ്യൂണിസ്റ്റ് വശം കാണാൻ പോവുകയാണ്. ഈ പറഞ്ഞ ദക്ഷിണ വിയറ്റ്നാമിന്റെ കമ്മ്യൂണിസ്റ്റ് രീതി ഒന്ന് കാണാൻ പോവുകയാണ്. വിയറ്റ്നാമിൽ വന്നതിന് ശേഷം അനുഭവിച്ച ഏറ്റവും ആനന്ദകരമായ സന്തോഷത്തോടെയുള്ള, വിയറ്റ്നാമിൽ എത്തിയിട്ടുള്ള ആദ്യത്തെ സന്തോഷത്തോടെയുള്ള കുളി ഞാൻ അന്ന് പാസ്സാക്കുന്നു. നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നതുപോലെ, പ്രത്യേകം ശ്രദ്ധിക്കണം, നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നതുപോലെയാണ് നമ്മുടെ എഴുത്തുകാരന് തോന്നിയത്. സാധാരണ ഭക്ഷണമായിരുന്നെങ്കിലും വിശപ്പ് കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും അത് സുഖമായി കഴിച്ചു. സംതൃപ്തിയോടെ കൊതുക് വലക്കുള്ളിലേക്ക് മലർന്നു വീണു. നാളെ യുദ്ധമേഖലയിലേക്ക് കടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹോച്ചിമിന്റെ നാട്ടിൽ എന്ന് പറയുന്ന ഒരു തന്റെ ആ യാത്രാ വിവരണ ഗ്രന്ഥത്തിൽ TJS ജോർജ് നമ്മുടെ തീർത്ഥയാത്ര എന്ന് പറയുന്ന നമ്മുടെ പാഠഭാഗം, ഈ പറഞ്ഞ യൂണിറ്റ്, ഈ പറഞ്ഞ ഒരു അധ്യായം, ഈ പറഞ്ഞൊരു ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു ഭാഗം അവസാനിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് യാത്രയിലുണ്ടായ ക്ലേശങ്ങൾ, കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ ഓർക്കുക. അയാൾ സന്ദർശിച്ച ഘട്ടങ്ങളിലെ യുദ്ധത്തിന്റെ ദൃശ്യങ്ങൾ ഓർക്കുക. അവർക്ക് നേരിട്ട കഷ്ടപ്പാടുകളെ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആ പറയുന്ന വഴിയിലുള്ള പാലം തകർന്നത്, അവിടെ കഴിച്ചു കൂട്ടേണ്ടി വന്നത്, അവിടുത്തെ പ്രത്യേകതകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് അവിടുത്തെ കറണ്ട് പോയാൽ പോലും ഫോണുകൾ, ടെലിഫോൺ ലൈനുകൾ അവർ ശ്രദ്ധിച്ചിരുന്നത്, അവരുടെ ജീവിത രീതി, പിന്നെ മാനേജർ അടക്കമുള്ള ആളുകൾ പലപ്പോഴും ഒളിപ്പിച്ചു വെച്ച് പറയുന്നത് എന്തിന്, ചിലതൊന്നും വെറുതെ പ്രതീക്ഷകൾ കൊടുക്കാത്തത് എന്തിന് എന്നൊക്കെയുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. അതൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിന്റെ ആകത്തുക. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് ഈ ഒരു ഭാഗം വരുന്നത്? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഏരിയകളൊന്ന് ഫോക്കസ് ചെയ്യാം.
പ്ലസ് നമുക്കൊരു മുൻപൊരു മോഡൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് നോക്കാം എന്താന്നുള്ളത്. അപ്പൊ ഇതില് പ്രധാനമായിട്ട് പറയുന്നത് മൂന്നാമത്തെ ചോദ്യമാണ്, 2 മാർക്കാണ്. നമുക്ക് 2 മാർക്ക് എക്സാം എഴുതുമ്പോൾ സമയം വളരെ പ്രധാനപ്പെട്ടതാണ് മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം. കുറെ നീട്ടി വലിച്ച് എഴുതരുത്. അപ്പൊ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം 2 മാർക്കിനുള്ളത് 2 മാർക്കിന് മാത്രം എഴുതുക എന്നുള്ളതാണ്. ഒളിപ്പോരാളികളെ കണ്ടുപിടിക്കുന്ന അമേരിക്കൻ സെൻസറുകളെ വിയറ്റ്നാം എങ്ങനെയാണ് പരാജയപ്പെടുത്തിയത്? അപ്പൊ അതിൽ നമുക്ക് 2 മാർക്കേ ഉള്ളൂ. 2 സെന്റൻസ്, 2 വാക്യങ്ങൾ മതി. എങ്കിലും ആശയം കൃത്യമായിരിക്കണം. നമ്മൾ കുറച്ച് എഴുതിയാലും കുറെ എഴുതിയാലും ആശയം ഇല്ലെങ്കിൽ അതിന് കൃത്യമായി മാർക്ക് കിട്ടില്ല. അപ്പൊ എഴുതേണ്ടത് നമുക്ക് ഇങ്ങനെ എഴുതാം: മനുഷ്യന്റെ വിയർപ്പിന്റെയും മൂത്രത്തിന്റെയും ഗന്ധം തിരിച്ചറിയുന്ന അമേരിക്കൻ സെൻസറുകളെ തോൽപ്പിക്കാൻ വിയറ്റ്നാം ജനത വലിയ ബക്കറ്റുകളിൽ മൂത്രമൊഴിച്ച് അല്ലെങ്കിൽ വലിയ പാത്രങ്ങളിൽ മൂത്രമൊഴിച്ച് കാടുകളിലെ മരങ്ങളിൽ തൂക്കിയിടുമായിരുന്നു, അല്ലെങ്കിൽ കൊണ്ടുവെക്കുമായിരുന്നു. കാടുകളിൽ കൊണ്ടുവെക്കുകയോ തൂക്കിയിടുകയോ ചെയ്യുമായിരുന്നു. അവിടെ മനുഷ്യരുടെ സ്ഥാനമുണ്ട്, മനുഷ്യർ അവിടെ ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ച് അവിടങ്ങളിൽ ബോംബ് വർഷിക്കുമായിരുന്നു അമേരിക്കൻ ജെറ്റുകൾ എന്ന രീതിയിലാണ് നമ്മൾ അവിടെ പറയേണ്ടത്. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുന്നു, നമ്മളത് മനസ്സിലാക്കി കൃത്യമായിട്ട് ഉത്തരം എഴുതുക. 2 മാർക്കിനാണ് എന്നുള്ളത് കൊണ്ട് നോക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഓൾ.